നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മൂന്ന് വീഡിയോ നമ്മൾ ബ്ലോക്ക് വീഡിയോസ് ആയിരുന്നു. ഇതും ബ്ലോക്ക് വീഡിയോ ആണ്. ദാറ്റ് മീൻസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫയർബേസിലെ ഇമെയിൽ പാസ്വേഡ് ഓതന്റിക്കേഷൻ ബ്ലോക്ക് പാറ്റേൺ ഉപയോഗിച്ച് എഴുതുന്നതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫുൾ ആപ്പ് ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഇമെയിൽ പാസ്വേഡ് ഓതന്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓതന്റിക്കേഷൻ മെത്തേഡ്സ്, ഇപ്പോൾ സൈൻ വിത്ത് ഗൂഗിൾ, സൈൻ വിത്ത് ഫേസ്ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ്, ബ്ലോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാത്തവർ അത് കാണണം. ഞാൻ ഈ വീഡിയോയിൽ ബ്ലോക്ക് എന്താണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ഞാൻ എഴുതുന്ന കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ ആ ബ്ലോക്ക് പാറ്റേണിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഓതന്റിക്കേഷൻ ചെയ്യുകയാണ്. ആൻഡ് ഫയർബേസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഫയർബേസ് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്ലട്ടർ പ്രൊജക്റ്റുമായി കണക്ട് ചെയ്യാന്നൊരു വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പക്ഷെ നമ്മൾ ക്വിക്കായിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. ലെറ്റ്സ് റൈറ്റ് സം കോഡ്. ഓക്കെ, ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫയർബേസ് ബ്ലോക്ക് എന്ന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി നമുക്ക് ഇതിനകത്ത് ആ ബോയിലർ പ്ലേറ്റ് കോഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇനീഷ്യലി ചെയ്യാൻ പോകുന്നത് ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഫയർബേസ് ബാക്ക് എൻഡ് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഫയർബേസിന്റെ പുതിയ വേർഷനിൽ നമുക്ക് ഫയർബേസ് CLI ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫയർബേസും നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫയർബേസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനിത് ഫയർബേസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫയർബേസ് നിങ്ങൾക്ക് അറിയും എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ പോകുന്നത്. ഫയർബേസ് ഒരു NoSQL ഡാറ്റാബേസ് ആണ്. ലൈക്ക് ഫയർബേസ് ഒരു ആപ്പ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ആക്ച്വലി കുറേ സർവീസുകൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ പല സർവീസുകൾ ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫയർബേസ് ഫയർസ്റ്റോർ. ആക്ച്വലി നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ക്ലൗഡ് ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫയർബേസ് നമുക്ക് ഓതന്റിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരം പല സർവീസുകൾ ഫയർബേസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നോർമലി ഫ്ലട്ടറിന്റെ കൂടെ ഫയർബേസ് ബാക്ക് എൻഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലട്ടറിൽ കുറേ പാക്കേജുകളുണ്ട്, ഫയർബേസ് പാക്കേജുകൾ. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു API ഹാൻഡ്ലിങ്, അതായത് ഫയർബേസ് API ഹാൻഡ്ലിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ടു JSON ഫ്രം JSON കൺവേർഷൻ ഒക്കെ നമ്മൾ മാനുവലി നോർമലി നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു എൻ പോയിന്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാക്കേജുകൾ ഇതിനൊക്കെ അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫയർബേസും ഫ്ലട്ടറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മളെ പ്രൊജക്റ്റുമായിട്ട് ഫയർബേസ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു Gmail ID എടുക്കുക. അതിൽ ഫയർബേസ് കൺസോൾ. ഓക്കെ, ഓപ്പൺ ഫയർബേസ് കൺസോൾ ലൈക്ക് ദിസ്. firebase.google.com. ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഗോ ടു കൺസോൾ കാണാം. ദെൻ ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഈ ഇമെയിൽ IDയിലുള്ള ഫയർബേസ് പ്രൊജക്റ്റുകൾ കാണിച്ചു തരും. ഐ ഹാവ് സം പ്രൊജക്ട്സ് ഹിയർ. ലെറ്റ് മീ ആഡ് വൺ മോർ പ്രൊജക്ട്. Okay, it will just ask you a project name and this is just an identifier. നമുക്കൊരു ഇമെയിൽ IDയിൽ I think you can open more than 15 projects. Okay, then അപ്പോൾ അങ്ങനെ കുറേ പ്രൊജക്റ്റ് വരുമ്പോൾ അതിങ്ങനെ ഇതേപോലെ ഡാഷ്ബോർഡിലായിരിക്കും കാണുക. നമ്മളുടെ ഫയർബേസ് കൺസോളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് കാണും. അപ്പോൾ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്തൊരു പേര് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഫയർബേസ് ബ്ലോക്ക് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ ക്രിയേറ്റ്, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനും അനലറ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ലെറ്റ് മീ ടേൺ ഓഫ് ദിസ് അനലറ്റിക്സ് നൗ. ലെറ്റ്സ് ക്രിയേറ്റ് ദിസ് തിങ്. ഓക്കെ, സോ ഇറ്റ് വിൽ ടേക്ക് എ ബിറ്റ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഇൻ്റർനെറ്റ് സ്പീഡ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് യു വിൽ ഗെറ്റ് എ കണ്ടിന്യൂ ബട്ടൺ ഹിയർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ നമുക്ക് click on continue. Now you are redirected to your new project dashboard. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. ലെറ്റ് മീ മേക്ക് ദിസ് ഡാർക്ക്. ഓക്കെ, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. അതിനകത്ത് നമ്മൾ എന്തിൻ്റെ ബാക്ക് എൻഡ് ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഫയർബേസ് പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. iOS കാണും, ആൻഡ്രോയിഡ് കാണും, ആൻഡ് ഒബ്വിയസ്ലി യു ഹാവ് വെബ്, ദെൻ യുവർ യൂണിറ്റി ഗെയിം എഞ്ചിൻ ഇസ് ദർ, ദെൻ യു ഹാവ് ഫ്ലട്ടർ.
ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് iOS എടുത്ത് കണക്ട് ചെയ്യാം, ആൻഡ്രോയിഡ് എടുത്ത് കണക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഫ്ലട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. Now you'll be redirected to a new page, and here they provide you all the information for connecting Firebase to your Flutter app. Okay, so അപ്പോൾ നമുക്ക് ഇവിടെ Firebase CLI വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ലെറ്റ് മീ ടേക്ക് ദ കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ സീ ദിസ്. ലെറ്റ് മീ സൂം ഇറ്റ് അഗെയിൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ CLI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, Firebase CLI ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് Firebase സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ, CLI ഒന്നും ഇൻസ്റ്റാൾ ചെയ്തില്ല, നിങ്ങൾ go and watch that video, how to connect Firebase എന്നുള്ള വീഡിയോ ഇതിലുണ്ടായിരിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ CLI ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് യു വാണ്ട് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കും. ലെറ്റ്സ് ടേക്ക് Flutter to Firebase. ഓക്കെ, ദെൻ യു ക്യാൻ ഗോ ടു ദിസ് ഡോക്യുമെന്റേഷൻ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് Firebase ലോഗിൻ ആണ്. Firebase ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, Firebase CLI വേണം. ഓക്കെ, ലെറ്റ് മീ ട്രൈ ദറ്റ് ലോഗിൻ അഗെയിൻ. അപ്പോൾ നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് വഴി CLI ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ടൈപ്പ് Firebase ലോഗിൻ. ഓക്കെ, ദെൻ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിലാണോ, ഇപ്പൊ ഞാൻ കണ്ടോ ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലോഗിൻ ആണെന്ന് പറയുന്നുണ്ട്. സപ്പോസ് യു വാണ്ട് ടു റീലോഗിൻ, ആ ഒരു പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ Firebase ലോഗിൻ അടിച്ചു, -- ഗിവ് ദിസ് ഫ്ലാഗ് റീഓത്ത് എന്നുള്ള ഫ്ലാഗ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ അഗെയിൻ ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ, അതായത് വെയിറ്റിംഗ് ഫോർ ഓതന്റിക്കേഷൻ. അപ്പോൾ നമ്മളുടെ ഇവിടെ കണ്ടോ, നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഡീഫോൾട്ട് ബ്രൗസറിൽ ഇതേപോലെ, അപ്പോൾ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ് കമാൻഡ് ഈസ് Firebase ലോഗിൻ സ്പേസ് -- റീഓത്ത്. ഓക്കെ, ദെൻ മേ ബി പല പ്രാവശ്യം പല ഇമെയിൽ ഐ ഡി ആയിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇത് ലോഗിൻ ആയിരുന്നു, ആ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്ത് വേറെ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു പ്രോസസ്സ് ആദ്യം ചെയ്യാൻ വേണ്ടി റീഓത്ത് ചെയ്താൽ മതി. ഓക്കെ, ദെൻ കം ഹിയർ, ദെൻ ടേക്ക് ദ കമാൻഡ് പ്രോംപ്റ്റ്. Okay, now you got, it is telling me that there is an update for Firebase console. Okay, I'm not going to update this thing, and let's clear this. Okay, ഇനി നമ്മളുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് this command. Okay, you need to .pub global activate Flutterfire CLI എന്നുള്ള കമാൻഡ് വേണം. ഓക്കെ, അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, മേ ബി സംടൈംസ് ഇവിടെ നിങ്ങൾക്കൊരു എറർ വരികയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഗിറ്റ് ഇൻസ്റ്റാൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കമാൻഡ് റെക്കഗ്നൈസ് ചെയ്യുന്ന എററൊക്കെ ചിലപ്പോൾ അത് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഈ ഒരു എറർ ഉണ്ട് ഇവിടെ, ഇത് കമാൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഗിറ്റ് ഇൻസ്റ്റാൾഡ്. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോ ടു ഡോക്യുമെന്റേഷൻ. ദെൻ ഇവിടെ യു ഹാവ് ടു കോൺഫിഗർ Flutterfire കോൺഫിഗർ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റുമായിട്ടാണോ Firebase കണക്ട് ചെയ്യേണ്ടത് ആ പ്രൊജക്റ്റിന്റെ പാത്തിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഈ കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ഈ കമാൻഡ്സ് എല്ലാം ഗ്ലോബൽ കമാൻഡ്സ് ആണ്, നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏത് പാത്തിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റായിട്ടാണോ കമാൻഡ് കണക്ട് ചെയ്യേണ്ടത് അതിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലെറ്റ് മീ മൂവ് ഇൻ ടു മൈ D drive. Actually I have that opened in, and let's have some let's check. I think, see, this is a project Firebase block, so move into that folder, Firebase _block. Okay, now you are inside your project. Then you can write this command Flutterfire configure. Okay, then press enter. Now ഇത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ ഓൾറെഡി ഉള്ള Firebase പ്രൊജക്റ്റുകൾ ഫെച്ച് ചെയ്ത് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, സി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ്, ആ അക്കൗണ്ടിലുള്ള പ്രൊജക്റ്റ് ഒക്കെ ഇവിടെ കാണിച്ചിരുന്നുണ്ട്. സി, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ്. സോ യൂസ് യുവർ ആരോ കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺ അപ്പ് ആരോ ഉപയോഗിച്ച് ഇതിൽ നാവിഗേറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഈവൻ ക്രിയേറ്റ് എ പ്രൊജക്ട് ഫ്രം ഹിയർ. ഓക്കെ, ഐ തിങ്ക് ദ ബെറ്റർ വേ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഫെച്ച് ചെയ്യണം നല്ലത്. ഓക്കെ, Firebase ബ്ലോക്ക് ഇതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. സോ പ്രസ് എൻ്റർ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏതൊക്കെ ആപ്സ് നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ദിസ് എ ഫ്ലട്ടർ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പാർട്ട് ഉണ്ടായിരിക്കും, ആൻഡ്രോയിഡ്, iOS, മാക്, വെബ്, അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്? സി, ഐ എം ഗോയിങ് ടു കണക്ട് ഓൾ തിങ് എക്സെപ്റ്റ് ദിസ് മാക് ബിക്കോസ് ഐ എം ഇൻ എ വിൻഡോസ് മെഷീൻ.
സോ ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. മാക്ക് iOS മാക്കും നമ്മളിതിൽ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ വിൻഡോസ് മെഷീനിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രസ് ഉണ്ട്. ദെൻ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു ഫയർ ബേസ് കണക്ഷൻ വേണ്ടിയുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മളെ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, കം ഹിയർ, നമ്മളെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മളെ പ്രൊജക്റ്റ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ആഡ് സം ഫയൽസ് ഹിയർ. ആൻഡ് ഇവിടെ ആപ്പിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവർ ഗൂഗിൾ സർവീസസ് .json എന്നൊരു ഫയൽ ആഡ് ചെയ്യും. ദെൻ iOSൽ റണ്ണറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗൂഗിളുമായി ബന്ധപ്പെട്ട ഒരു പി ലിസ്റ്റ് ആഡ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾ കോൺഫിഗറേഷൻ. ആൻഡ് ആഫ്റ്റർ ദിസ് LIBയുടെ ഉള്ളിൽ ഒരു കോൺഫിഗറേഷൻ ഫയൽ ആഡ് ചെയ്യും. ഓക്കെ, ആൻഡ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് എ സമ്മറി, എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള സമ്മറി ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഡോക്യുമെന്റേഷനിൽ വന്നാൽ ഇത് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ പറഞ്ഞു ഫയർ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയർ ബേസ് ഫ്ലട്ടറുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഫയർ ബേസിന്റെ കോർ പാക്കേജ്, ഇതിനകത്താണ് കോർ ഫംഗ്ഷനാലിറ്റീസ് ക്ലാസ്സസ് ഒക്കെ കിടക്കുന്നത്. ആ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ നിങ്ങൾക്ക് ഫയർ ബേസിലെ ഏത് സർവീസ് ആണോ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട പാക്കേജുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ മെയിൻ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, അസിങ്ക് ആക്കി മാറ്റിയിട്ട് ഈ കോഡൊക്കെ അവിടെ എഴുതണം. ദെൻ യു ക്യാൻ റൺ യുവർ പ്രോജക്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇതിന് മുമ്പേ കണക്ട് ചെയ്തിരുന്നവർക്ക് അറിയാം, നമ്മൾ build.gradലും അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, ഈ കോൺഫിഗറേഷൻ മാനുവലി ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വേ. നമുക്ക് മാനുവലി ഉണ്ടാവുന്ന എറേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ദെൻ കം ഹിയർ, യു ഹാവ് എൻ എറർ ഹിയർ ബിക്കോസ് ഇവിടെ എന്ത് വന്നു, ഫയർ ബേസ് ഓപ്ഷൻസ് വന്നു. ദെൻ ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ആൻഡ്രോയിഡിൽ ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഗൂഗിൾ സർവീസസ് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ iOSൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഗോ ടു റണ്ണർ. ദെൻ ഇൻസൈഡ് ദാറ്റ് യു ഹാവ് ഗൂഗിൾ സർവീസ് -info.plist എന്നുള്ള ഫയൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദീസ് ആർ ഓട്ടോമേറ്റഡ് തിങ്സ്. ഇനി നമുക്ക് വേണ്ടത്, നമുക്കിതിൽ ഫയർ ബേസിൻ്റെ കോർ പാക്കേജുകൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോർമലി നമ്മളൊരു പാക്കേജ് ആഡ് ചെയ്യുന്ന പോലെ pubspec.yaml തുറന്നിട്ട് ലെറ്റ് മീ ക്ലിയർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, pubspec.yaml തുറന്നിട്ട് ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ആ ഡിപ്പെൻഡൻസി എല്ലാം ആഡ് ചെയ്യാം. ഹിയർ ഇവിടെ നമുക്ക് ആ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാം. പക്ഷേ ഐ പ്രിഫർ ദ കമാൻഡ് ലൈൻ. നിങ്ങൾക്ക് കമാൻഡ് ലൈൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രൊജക്റ്റിന്റെ പാത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ക്ലിയർ ദിസ്. ഓക്കെ, ഫ്ലട്ടർ pub add the package name. The core പാക്കേജിന്റെ പേര് firebase_core എന്നാണ്. ഓക്കെ, ആൻഡ് വി നീഡ് ഓതന്റിക്കേഷൻ പാക്കേജ്. ഒരു ഒറ്റ ലൈൻ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. സ്പേസിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, firebase_auth പാക്കേജിനെ കോൾ ചെയ്യുക. ആൻഡ് ഇഫ് യു വാണ്ട് സ്റ്റോറേജ് firebase ക്ലൗഡ് ഫയർസ്റ്റോർ വേണമെങ്കിൽ cloud_firestore. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പ്രസ് എൻ്റർ. ദെൻ അപ്പോൾ ഈ പാക്കേജ് ഒക്കെ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യും. ആൻഡ് കം ഹിയർ, നൗ യു ക്യാൻ സീ ഓൾ ദീസ് പാക്കേജസ് ഹിയർ. നമ്മൾ മാനുവലി വരുന്ന ഇൻഡന്റേഷൻ എററൊക്കെ ഒഴിവാക്കി കിട്ടും. ദെൻ ഗോ ആൻഡ് pubget this. ഇത് pubget ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒക്കെ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒബ്വിയസ്ലി നമ്മുടെ main.dart എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, അസിങ്ക് ഫംഗ്ഷൻ ആക്കി മാറ്റണം. ആൻഡ് ഗോ ആൻഡ് മേക്ക് ഇറ്റ് അസിങ്ക്. ദെൻ വിഡ്ജറ്റ്സ് ഫ്ലട്ടർ ബൈൻഡിങ് എന്ത് ചെയ്യണം, ഈ ഒരു ലൈൻ നമ്മളിവിടെ എഴുതണം. ദെൻ ഇനിയുള്ളത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് എടുക്കാനുള്ള കോഡ് ഇത് ചെയ്യണം. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എറർ ഉണ്ടായിരിക്കും. ബിക്കോസ് ഫയർബേസ് ഉള്ള കോർ പാക്കേജ് ആണ്, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ കോർ ക്ലാസ് ആണ്. ഇത് വരുന്നത് ആ ഫയർബേസ് കോർ പാക്കേജ് എന്നാണ്. സോ യു ഹാവ് ടു ഇമ്പോർട്ട് ദറ്റ് പാക്കേജ്. ക്ലിക്ക് ഹിയർ, ദെൻ ഇമ്പോർട്ട്. ഓക്കെ, ആൻഡ് ഡീഫോൾട്ട് ഫയർബേസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഫയലിലാണ് കിടക്കുന്നത്. ഇതിനകത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് ഫയർബേസ് ഓപ്ഷൻസ് ഉള്ള ക്ലാസ്. അതിൽ ഇത് ഇത്രയാണ് ചെയ്യുന്നത്, ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് എ ടാർഗറ്റ് പ്ലാറ്റ്ഫോം, നമ്മളെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കോൺഫിഗറേഷൻസ് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, യു ഹാവ് ടു ഇമ്പോർട്ട് ദാറ്റ് ക്ലാസ് ഓൾസോ ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് യു ഇമ്പോർട്ട് ദിസ് തിങ്. ഓക്കെ, നൗ യു ആർ ഗുഡ് ടു ഗോ. ഇവിടെ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഫയർബേസുമായി കണക്ട് ചെയ്തു. ആൻഡ് യു ക്യാൻ റൺ യുവർ പ്രൊജക്റ്റ് ആസ് യൂഷ്വൽ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ബിൽഡ്. ഓക്കെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടല്ല, കാരണം ഇത് കുറച്ച് സമയം എടുക്കും ഈ UI ഒക്കെ ബിൽഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ലെറ്റ് മീ റൺ ദിസ്. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യും. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് സം എറേഴ്സ് ഹിയർ ബിക്കോസ് ഞാനത് കറക്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അത്തരം എറേഴ്സ് വന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇത് റണ്ണായി വരട്ടെ. റണ്ണായി വന്നിട്ട് നമുക്ക് ആ എറേഴ്സ് കണ്ടിട്ട്, അത് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അത് ഫിക്സ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ
Okay, നമ്മളെ പ്രൊജക്റ്റ് റണ്ണായി വരുന്നത് there are some deprecated packages here and these are some nodes here and don't worry that won't affect your app. ഇതിനകത്ത് എക്സ്ലിൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, then you have some deprecated APIs. Okay, now you have error. ഇവിടെ errors വന്നിട്ടുണ്ട്. Let's check what is error. See, you have an error like this, multitext.html എന്നുള്ള error ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് കാരണം ഇവിടെ കണ്ടോ, ആപ്പ് റിക്വയർസ് മൾട്ടി ടെക്സ്റ്റ് സപ്പോർട്ട് എന്നുള്ളത്. ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ആൻഡ്രോയിഡ് സൈഡിൽ നിന്നാണ് ഈ എറർ വന്നത്. അതായത് ആൻഡ്രോയിഡ് സൈഡിൽ നിന്നാണ് എറർ വന്നത്. സി ആൻഡ്രോയിഡിൻ്റെ ഒരു കമ്പൈലേഷൻ നമുക്കറിയാം, ഇപ്പോൾ നാറ്റീവ് ആൻഡ്രോയിഡ് ഒക്കെ അറിയുന്നവർക്ക് അറിയാം. ആൻഡ്രോയിഡ് ഹെഡ് ഓഫ് ടൈം ടെക്നോളജിയാണ് അതിൽ ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ആക്ച്വലി നമ്മൾ എഴുതുന്ന കോഡ് പ്ലസ് അസറ്റ്, എക്സ്റ്റേണൽ തേർഡ് പാർട്ടി പാക്കേജസ്, ഇതിനെല്ലാം കൂടി ചെയ്യുന്നത് കമ്പൈലർ ചെയ്യുന്നത് ഒരു ഡെക്സ് ഫയലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഡെക്സ് ഫയലിൽ നമുക്ക് അതിൽ ദർ ആർ സം മെത്തേഡ് ലിമിറ്റേഷൻ. അതിനകത്ത് എത്രത്തോളം മെത്തേഡ്സ് അതിനകത്തുണ്ട്. ആൻഡ് ഇതിവിടെ കണ്ടോ, മെത്തേഡ്സ് ഹാസ് 64K. ഇത്രയും സൈസിൽ കൂടുതൽ ഉള്ളൊരു മെത്തേഡ് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മെത്തേഡ് മീൻസ് അത് ഉപയോഗിക്കുന്ന മെമ്മറി ആയിരിക്കും പറയുന്നത് 64K എന്നുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു എനേബിൾഡ് മൾട്ടി ഡെക്സ് ഫ്ലാഗ് എനേബിൾ ചെയ്തു എന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ ആ എററാണ് ഈ വന്നേക്കുന്നത്. ഐ തിങ്ക് യു ക്യാൻ റീഡ് അബൌട്ട് ദിസ് വാട്ട് ഈസ് മൾട്ടി ഡെക്സ്. ആൻഡ് ഡെക്സ് ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെക്സ് ഫയൽ ആയിട്ടാണ് കമ്പൈൽ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഡെക്സ് ഫയലിനെയാണ് AAPT എന്ന് പറയുന്നത്, ആൻഡ്രോയിഡ് അസറ്റ് പാക്കേജിംഗ് ടൂൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു APK ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നാറ്റീവ് സൈഡ്. ആൻഡ് യു ക്യാൻ റെഫർ ദാറ്റ്. കുറച്ച് അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഫ്ലട്ടറാണ് ചെയ്യുന്നതെങ്കിലും നാറ്റീവ് സൈഡിനെ കുറിച്ച് നല്ല ധാരണ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോ ടു ആൻഡ്രോയിഡ് ഫോൾഡർ, ദെൻ ടേക്ക് ദ ആപ്പ് ആൻഡ് ബിൽഡ് ഔട്ട് ഗ്രാഡിൽ. ആൻഡ് ഹിയർ യു ക്യാൻ മെൻഷൻ സം ഡീറ്റെയിൽസ്. ഇവിടെ കണ്ടോ, ഇതിൽ ഡീഫോൾട്ട് കോൺഫിഗറേഷനിൽ വരിക, ഇവിടെ യു ഹാവ് ടു ആഡ് എ ലൈൻ ഹിയർ ദാറ്റ് ഈസ് മൾട്ടി ഡെക്സ് എനേബിൾഡ്, സ്പെല്ലിംഗ് തെറ്റരുത്, എനേബിൾഡ് ട്രൂ എന്ന് കൊടുക്കുക. ആൻഡ് M സ്മോൾ ലെറ്റർ ആണ്, D ക്യാപിറ്റലാണ്, E ക്യാപിറ്റലാണ്. ഓക്കെ, നോ യു ക്യാൻ ഹാവ് മിൻ SDK വേർഷൻ. ഐ തിങ്ക് ഫയർബേസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 19 ആൻഡ് എബോവ് ആയിരിക്കണം വേർഷൻ. ഐ എം ഗോയിങ് ടു ഗീവ് 21. ദെൻ യുവർ ടാർഗറ്റ് SDK വേർഷൻ. ആൻഡ് ഏതൊക്കെ ടാർഗറ്റ് SDK വേർഷൻ എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ ഇതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. അതായത് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് 34 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആപ്പ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അത്തരം ആളുകളെ, ആ ഡിവൈസ് ഉപയോഗിക്കുന്ന ആളുകളെ വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലേറ്റസ്റ്റ് വേർഷൻ കൊടുക്കാം, അവർക്കും ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും. സപ്പോസ് ഞാനിവിടെ ഒരു 30 ആണ് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ 30 വരെയുള്ള ആളുകൾക്ക് എന്തുണ്ടായിരിക്കുള്ളൂ, അതിൻ്റെ താഴോട്ടുള്ളതൊക്കെ കോമ്പാറ്റബിൾ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള ആളുകൾക്ക് മേ ബി ആപ്പ് എന്ത് ചെയ്യിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല. സോ അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഗിവ് 34. ഓക്കെ, ദെൻ യു ഹാവ് സം മോർ ഓപ്ഷൻസ് ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൈൽഡ് SDK വേർഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ലെറ്റ് മീ ഗേവ് ദിസ് 34. ഓക്കെ, ഞാൻ ഇതും 34 എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് നൗ യു ക്യാൻ റൺ യുവർ പ്രോജക്റ്റ്. റൺ ചെയ്ത് ഒരു എറർ ഇല്ലെങ്കിൽ നമ്മൾ ആ കൗണ്ടർ ആപ്പ് എന്ത് ചെയ്യും, നമുക്കിവിടെ റണ്ണായി വരും. ഓക്കെ, ആൻഡ് വരട്ടെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഐ എം എക്സ്പെക്ടിങ് നോ എറേഴ്സ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ എറേഴ്സ് വരാം, നമുക്കത് വന്നാൽ നമുക്ക് ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ വി ക്യാൻ മൂവ് ഫോർവേഡ്. ഓക്കെ, നമ്മുടെ ആപ്പ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് റണ്ണായി വന്നു. അതിനകത്ത് നമ്മൾ UI ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, നൗ UI ഇസ് ലോഡഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫയർബേസ് എന്ത് ചെയ്തു, കണക്ട് ആയി. ഇത്രേ ഉള്ളൂ ഫയർബേസ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് എൻ ഈസി ടാസ്ക്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫയർബേസ് CLI Node.js ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. NPM വഴി ഫയർബേസ് CLI ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. അങ്ങനത്തെ കുറച്ച് ഹഡിൽസ് മാത്രമേ ഉള്ളൂ. അത് 1 ടൈം ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫയർബേസ് കണക്ട് ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഗോ ആൻഡ് വാച്ച് മൈ വീഡിയോ ഓൺ എക്സ്ക്ലൂസീവ്ലി ഫോർ ഫയർബേസ് കണക്ടിവിറ്റി. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻ ടു അവർ ബിസിനസ്. വി നീഡ് ടു ബിൽഡ് എ രജിസ്ട്രേഷൻ ഫോം, ദെൻ വി നീഡ് എ ലോഗിൻ ഫോം. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഗോ ടു യുവർ LIB. ഇൻസൈഡ് ദ LIB ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ. ഞാനിവിടെ ക്ലീൻ ആർക്കിടെക്ചറിലേക്കൊന്നും പോകുന്നില്ല. അത്രയും കോംപ്ലക്സിറ്റിയിലേക്ക് പോകുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫോൾഡർ കോൾഡ്, ലെറ്റ് മീ ക്രിയേറ്റ് എ ഫോൾഡർ കോൾഡ് what
you can have a folder called core എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി, or you can have a folder called application, your application layer, application. Okay, then inside that you have core folder. അതിനകത്ത് നമ്മൾ core widget ത്രൂ ഔട്ട് എല്ലാ പേജിലും ഉപയോഗിക്കുന്ന widgets ഒക്കെ നമ്മൾ അതിൽ ഉപയോഗിക്കുക. And if you want to go with that clean architecture, you can watch my video, then you can try this. അതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ടീം റെപ്പോസിറ്ററി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, then here I'm going to have some features. Okay, then inside that features I'm going to create the first feature is auth. Okay, then inside that auth I'm going to create a new folder, widgets. Okay, because നമ്മൾ ഇതിൽ മാത്രം ഉപയോഗിക്കുന്ന widgetsന് വേണ്ടി. And you have definitely you have a folder for your views. Okay, ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ വ്യൂ എന്ന് പറയുന്നത് let me have a dot file. Okay, let's create a login underscore view. Okay, and this is our login view. Then you need a registration view. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, user underscore register underscore view. Okay, and I'm going to create a new feature that is let me have a splash. നമുക്കൊരു സ്പ്ലാഷ് എങ്ങനെ ചെയ്യുന്നു, ലോഗിൻ സ്റ്റേറ്റ് എങ്ങനെ അവിടെ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് എങ്ങോട്ട് പോകണം എന്ന് നോക്കുന്നു, അങ്ങനത്തെ കാര്യം കൂടി ചെയ്യാം. ഏതായാലും നമ്മൾ വീഡിയോ ചെയ്യല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ്സ് ഹാവ് എ സ്പ്ലാഷ് പേജ്. ഓക്കെ, സ്പ്ലാഷ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇൻസൈഡ് ദറ്റ് സ്പ്ലാഷ് ഐ നീഡ് എ ഫയൽ കോൾഡ് splash underscore view. This is a splash page and you need some widgets. Exclusively നമ്മൾ ഇവിടെ ഇതിൽ ഉപയോഗിച്ച widgets, ഇതിനകത്ത് മാത്രം ഉപയോഗിച്ച widget. Okay, so let's first create the splash page. Splash page ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, സ്പ്ലാഷ് പേജിൽ നമ്മൾ ലെസ്റ്റ് ഒരു ലോഗോ കാണിക്കുന്നു, അങ്ങനത്തെ കാര്യം മാത്രം. let me create a new file here, a new directory called assets. ഞാൻ പ്രൊജക്ട് ലെവലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. And inside that I need a directory called images. Okay, and inside that I'm going to have some image. Let me pick some image. Okay, go to downloads. Let's take an image. Let me take this image. Here image എടുത്തു, copy this. Then ഇവിടെ വന്നിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക and rename this to ഞാൻ സ്പ്ലാഷിൻ്റെ പേജ് കൊടുത്തു, splash. Okay, now you have splash and go and mark this. Don't forget to mark this on your asset. Assetൽ വന്നിട്ട് എന്ത് ചെയ്യുക, mark this. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അസെറ്റ് മാർക്ക് ചെയ്യുക. ഒരു ടാബാണ് ഇവിടുന്ന്, 2 സ്പേസ്. ദെൻ യുവർ പാത്ത് അസറ്റ്സ് സ്ലാഷ് യുവർ ഫോൾഡർ നെയിം. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് ഇമേജസ് എന്നാണ്. അതിലുള്ള ആ ബക്കറ്റിലുള്ള എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ പബ്കെറ്റ് ഇറ്റ്. നൗ യു ക്യാൻ ആക്സസ് ദാറ്റ് ഇമേജസ്. ഇതിനകത്ത് വരുന്ന ഈ ഇമേജസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോട്ട് എക്സിറ്റ് കോഡ് 0. ഓക്കെ, സോ ഐ തിങ്ക് ദീസ് ആർ ഫെമിലിയർ തിങ്സ് ടു യു. ദെൻ ഇനി വേണ്ടത്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെയിൻ ഡോട്ടിൽ വരികയാണ്, മെയിൻ ഡോട്ട്. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് കോഡ്. ഈ മൈ ആപ്പ് അവിടെ ഉണ്ട്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിവിടെ നിർത്തുന്നുണ്ട് ഞാൻ, ഈ മൈ ആപ്പ് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റിമൂവ്. ഓക്കെ, നൗ യു ഹാവ് എറർ ഹിയർ and let me remove this unwanted comments from here. Okay, I'm not going to do any theme here. I'm going with this default theme, and let me remove this and have a splash page. Or you can write routes here. You can have initial route എന്ന് പറയുന്നത് okay, route ആണ്. And you can have routes. I think you are familiar with this thing, routes. Then map ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, initial route എന്ന് പറയുന്നത് we are defining some named routes here, then context. Okay, then that is going to splash page. We haven't created that splash page yet. Splash page. Okay, or splash view. Then go and create this splash page. I'm already splash view ഉണ്ടാക്കിയിട്ടുണ്ട്. Import material, then create a stateless widget, splash page, and this is going to return a scaffold. Okay, scaffold, and come here, import this thing. ഇതിനെ എന്ത് ചെയ്യുക, import here, and let me stop this because we added an image. Then run it again. Okay, ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന UI ആണ് ബിൽഡ് ചെയ്യുന്നത്, അതിനകത്ത് വേറെ ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദെൻ ഇനി ചെയ്യേണ്ടത്, ഇനി നമുക്ക് എന്ത് വേണം, നമ്മളുടെ ആ സ്പ്ലാഷ് പേജ് ഒന്ന് ഡിസൈൻ ചെയ്യാം.
Okay. Okay, this is the app we got, and let me remove this debug banner. Debug banner false. Okay, then I'm going to have a scaffold background color. That should be color dot, which is a color 0x. I think you know how to add color codes. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ കളർ കോഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 0x F എന്ന് എഴുതിയിട്ടാണ്. F മീൻസ് ദ ഒപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ആണ്. See, I just copied a comment from here, color from here, and 0xFF, and this is actually the color code, and this is the I think the opacity അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ആണ്. FF means that is ഫുള്ളി അത് എന്തായിരിക്കും റിഫ്ലക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ പ്യുവർ റെഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഞാൻ 50 എന്ന് കൊടുത്താൽ 50% റെഡ് ആയിരിക്കും. ഓക്കെ, മേ ബി അത് നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, നൗ യു ഗോട്ട് എ തിങ് ഹിയർ. ഇവിടെ നോക്ക്, ഞാൻ ഇത് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് 50 ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഗോട്ട് എ ഡാർക്കർ തിങ്, ആൻഡ് FF മീൻസ് അത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ കണ്ടോ? ഓക്കെ, ആൻഡ് ഇഫ് യു ഗീവ് ദിസ് തിങ് 10, you got some other color. Okay, അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. സോ ഐ എം ഗോയിങ് ടു ഹാവ് FF here because I need that original color. Okay, so now your scaffold is here. Then I need to design this thing. ഈ splash page എനിക്ക് ഡിസൈൻ ചെയ്യണം. And this is a body. Just add a body, then container, then add a height. I'm going to have infinite height, infinite width. Then the child should be a column because I'm going to have a image, so I need an image widget. Image. See, let me have a container. Then the child should be an image.asset because I'm asset image on load image.asset. Give the path assets / images / splash.png. Okay, let's save this, and you have an error here. Let's check what is the images splash spelling that it is. Okay, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, റീനെയിം ചെയ്യുക. ഐ തിങ്ക് ഐ ഹാവ് സം ഡിമെൻഷ്യ. സ്പ്ലാഷ് തിരിഞ്ഞത്. ഓക്കെ, സോ സ്പ്ലാഷ് ഞാൻ ആഡ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ സേവ് ദിസ് അസറ്റ്സ് ഇമേജസ് splash.png. Let me reboot this thing. I think I have an error. OS error. Images. Some errors. Let's stop this. Run it again. Okay, then അത് റണ്ണായി വരട്ടെ. റണ്ണായി വരുമെന്ന് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാമിംഗ് ഇസ് ലൈക്ക് ദാറ്റ്. മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എറേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോഡ് കിട്ടിക്കോണമെന്നില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് മേ ബി എനിക്ക് എന്ത് ചെയ്യണം, ഈ സാധനം എനിക്ക് എൻ്റെ ലോഗിൻ പേജിൽ വേണം. ഈ ഒരു ഇമേജ് സംടൈംസ് നമുക്കത് രജിസ്ട്രേഷൻ പേജിൽ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ വിഡ്ജറ്റ് ഒക്കെ ആക്കി മാറ്റാം. Okay, and I'm going to give some height here. What happened to a program? Okay, it's running. Okay, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, I'm going to have a height. ഹൈറ്റ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇമേജിന്. ഹൈറ്റ് ഒരു 350 ഹൈറ്റ് കൊടുത്തു. ആൻഡ് യു നീഡ് വിഡ്ത്ത് ഒരു 350 വിഡ്ത്തും കൊടുത്തു. ഓക്കെ, ഓൾഡ് വേർഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എന്താ വരുമോ നോക്കാം. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ താഴെ എനിക്ക് എന്ത് വേണം, ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ. ഓക്കെ, ടെക്സ്റ്റ്, യു ക്യാൻ ഹാവ് എ ടെക്സ്റ്റ്. സി assets / images / splash.png. Run it again. Let me run a Flutter clean. Stop this. പഴയ ബിൽഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫ്ലട്ടർ clean is used for deleting the old build, and after that you have to click on pubget or get dependencies. Okay, then let's run it again. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇനി എറർ ഉണ്ടെങ്കിൽ നമുക്കത് എന്താണെന്ന് ഫൈൻഡ് ചെയ്യണമല്ലോ. എന്താണ് എറർ വരാനുള്ള കാരണം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഇനി നമുക്കിതിൽ താഴെ ടെക്സ്റ്റ് വേണം. ലെറ്റ് മീ ഗീവ് ദിസ് ഇപ്പോൾ ജസ്റ്റ് പേര് കൊടുക്കുന്നില്ല, ഫയർബേസ് ബ്ലോക്ക് ആപ്പ്. ഓക്കെ എന്ന് കൊടുത്തു. ആൻഡ് ഇഫ് യു വാണ്ട് ടു സ്റ്റൈൽ ദിസ് തിങ്, യു ക്യാൻ റൈറ്റ് എ സ്റ്റൈൽ ഹിയർ.
പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇതിൽ പെറുണ്ടായിരിക്കും, ബിക്കോസ് നമ്മളിവിടെ പകുതി നിർത്തിയല്ലോ. ടെക്സ്റ്റ് സ്റ്റൈൽ, ദ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ, നൗ യുവർ ആപ്പ് ഈസ് റണ്ണിങ്. ഞാനിവിടെ എന്ത് ചെയ്തു, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഒരു കളർ കൊടുത്തത്. ഓക്കെ, നൗ യു ഹാവ് ദിസ് തിങ് ഹിയർ ആൻഡ് അവർ ഇമേജ് ഇസ് ലോഡഡ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സെൻറ്റർ. ഓക്കെ, നൗ യുവർ സെൻറ്റർ. എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ എഴുതി. ബട്ട് ഐ എം ഗോയിങ് ടു ഹാവ്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തീം എന്ന് എഴുതിയിട്ട് ടെക്സ്റ്റ് തീം, ദാറ്റ് ഷുഡ് ബി ടെക്സ്റ്റ് തീം എന്ന് എഴുതി. Text theme, then you can have display large, that should be text style, color white, font size എന്ന് പറയുന്നത് font weight bold. Okay, then font size എന്ന് പറയുന്നത് I need 26. Okay, and reboot your app. റീബൂട്ട് ചെയ്താൽ വരില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇത് മാറ്റിയിട്ട് നമുക്ക് എവിടെ നിന്ന് വിളിക്കണം, you have to call this one theme.offcontext.texttheme.display large. Okay, now you have a bigger font. Okay, ഇതാണ് നമ്മളെ സ്പ്ലാഷ് പേജ്. ഇനി നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, സ്പ്ലാഷ് പേജിൽ ചെക്ക് ചെയ്യണം യൂസർ ഓൾറെഡി ലോഗിൻ ആണോ. ലോഗിൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അയാളെ ഹോം പേജിലേക്ക് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ അയാളെ എന്ത് ചെയ്യണം, ലോഗിൻ പേജിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫീച്ചർ, ദാറ്റ് ഈസ് ഹോം എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടാക്കി. ഐ എം ഗോയിങ് ടു ഹാവ് ദ എക്സാക്ട് ഫോൾഡേഴ്സ് ഹിയർ, ദാറ്റ് ഷുഡ് ബി വിഡ്ജറ്റ്സ്. ഹോമിൽ ഉപയോഗിക്കുന്ന വിഡ്ജറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഫയൽ കോൾഡ് home_view. Okay, and let me create import material stateless widget, that is home view or home page. Now I'm following the home page. Then this should be scaffold. Okay, and scaffold for background color, let me have a body and center. Pinned namukku change cheyam, child should be a text. Okay, this is home page. Okay, idana namukku nammala home page il ullathu. Okay, then after this I'm going to go inside this auth. Then inside this views I have login view, then import material.dot, then come here stateless widget, that is home, no, login page or view, whatever page or screen, whatever name you can use. Okay, then this should be again a scaffold, and the body should be, right now I'm going to have a sender, then the child should be a text, that is login, and later we will design the login page here. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ബ്ലോക്ക്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണെന്ന്, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സ്പ്ലാഷ് പേജ് ലോഡായി വരുമ്പോൾ ചെക്ക് ചെയ്യണം, ഈസ് ദർ എനി ഓതറൈസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ സൈൻ ഇൻ ആയിട്ട് ഇരിക്കുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അയാളുടെ ഹോം പേജിലേക്ക് പോകണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ റോളൊന്നും ചെയ്യുന്നില്ല, റോൾ ബേസ്ഡ് ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ സിംപിളി നിങ്ങൾക്കൊരു ഇനീഷ്യലി ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അത്രയും കോംപ്ലക്സിറ്റിയിലേക്കൊന്നും പോകുന്നില്ല. ഇതിന് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്തു നോക്കാൻ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ എം ഗോയിങ് ടു ഗോ ഇൻസൈഡ് ദിസ് ഓത്ത്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സം ബ്ലോക്ക് ഹിയർ, ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻസ്റ്റാൾ ദിസ് ഫ്ലട്ടർ ബ്ലോക്ക്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, flutter pub add flutter_block. This is a package we need. Okay, flutter block ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു. Then go inside your auth and you will get, I have already an extension, block extension അല്ലെങ്കിൽ plugin ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ വരും. Then click here, then I'm going to have the block name auth. Now you have, ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഇവിടെ അത് ക്രിയേറ്റ് ആയത് views. Okay, let me try it again. authന്റെ ഉള്ളിൽ വന്നിട്ട് new block auth. Okay, now come inside auth, you have something like this. Already ഇവിടെ ഒരു auth ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ത് വന്നത് ഇവിടെ. ലെറ്റ് മീ ഡിലീറ്റ് ദിസ്, ആൻഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതെല്ലാം കൂടി ഞാൻ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുകയാണ്, ന്യൂ ഡയറക്ടറി. ഇൻസൈഡ് ദാറ്റ് auth_block
എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, വാട്ട് ഈസ് എറർ ഹിയർ? Okay, then inside this auth, ഈ auth block എന്നുള്ള ഫോൾഡറിൽ I'm going to create a block auth. Now inside this you have auth block, auth event and auth state. Okay, then let me check what are the errors here. It is showing some errors and there is no error. Let me save this file, save all. Okay, okay അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ ഓത്ത് ബ്ലോക്കിനുള്ളിൽ, ബ്ലോക്ക് നമ്മൾ പഠിച്ചതാണ്. ബ്ലോക്കിൽ നമുക്ക് ഈവൻറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. അതനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് എമിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും നമ്മൾ ബ്ലോക്കിൽ എഴുതുന്നത്. ആൻഡ് ആക്ച്വലി യുവർ ബിസിനസ് ലോജിക് അല്ലെങ്കിൽ UI സ്റ്റേറ്റ് മാനേജ്മെന്റ് ലോജിക്ക് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കൂടി ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ക്ലീൻ ആർക്കിടെക്ചർ ഒന്നും എഴുതുന്നില്ല. ഇപ്പം ഇവിടെ ഇതായിരിക്കും, UIയിൽ നിന്നും നമ്മളൊരു ഈവന്റ് ആഡ് ചെയ്യും ബ്ലോക്കിലേക്ക്. ആ ഈവന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ബ്ലോക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ബ്ലോക്ക് അത് എമിറ്റ് ചെയ്യും. ആ ബ്ലോക്ക് ഇവിടെ എഴുതിയ സ്റ്റേറ്റ് ഏതെങ്കിലും ഒന്ന് എമിറ്റ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ UI എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യും. വെരി സിമ്പിൾ. ഓക്കെ, ദെൻ കം ഹിയർ ആൻഡ് ക്രിയേറ്റ് സം ബ്ലോക്ക്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഗ്രാജുവലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ ക്രിയേറ്റ് സം ഈവൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് വേണ്ടത്, I'm going to have an event. First, create a class. Check login status event. That extends that parent class or the event. Okay. Then after this I need another event. നമുക്ക് ലോഗിൻ ഈവൻറ്റ് വേണം. ലോഗിൻ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, എന്നാലും ഞാൻ എഴുതുന്നുണ്ട്. ലോഗിൻ ഈവൻറ്റ് ദാറ്റ് എക്സ്റ്റെൻസ് ഓത്ത് ഈവൻറ്റ്. ഇത്രേ ഉള്ളൂ. ഈ നമ്മൾ സ്പാഷ് പേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതായിരിക്കും കോൾ ചെയ്യാൻ പോകുന്നത്. ലോഗിൻ ഈവൻറ്റ് കോൾ ചെയ്യുന്ന ലോഗിൻ ബട്ടണിൽ നിന്നുമായിരിക്കും. ഓക്കെ, ലോഗിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങൾ ആ ഈവന്റ് അവിടെ നിന്ന് ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ UIയിൽ നിന്നും കൺട്രോളറിൽ നിന്നും ഇമെയിൽ കൺട്രോളറിൽ നിന്നും പാസ്വേഡ് കൺട്രോളറിൽ നിന്നും എന്ത് ചെയ്യണം, ആ വാല്യൂം കൂടി എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡിഫൈൻ ദാറ്റ് ഇൻ ദ കൺസ്ട്രക്ടർ ഇമെയിൽ. ദെൻ ഫൈനൽ സ്ട്രിംഗ് പാസ്വേഡ്. ഓക്കെ, ദെൻ ക്രിയേറ്റ് ദ കൺസ്ട്രക്ടർ ലോഗിൻ ഈവന്റ് ആൻഡ് ഓപ്ഷണൽ റിക്വയർഡ് പാരാമീറ്റർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് ഇമെയിൽ കൊടുത്തു ആൻഡ് ദിസ് ഡോട്ട് പാസ്വേഡും കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചും എഴുതിയത് ഓർഡർ മാറ്റുന്നുണ്ട്, ഡോണ്ട് വറി. ആൻഡ് സ്ട്രിംഗ് ഡോട്ട് ഇമെയിൽ ആൻഡ് ദിസ് ഈസ് റിക്വയർഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മളുടെ എന്ത് ലോഗിൻ ഈവൻറ്റ്. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, യു ഹാവ്, ഐ വിൽ റൈറ്റ് ഹിയർ ദിസ് ഇസ് ലോഗിൻ ഈവൻറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ടു റൈറ്റ് സൈൻ അപ്പ് ഈവൻറ്റ്. ഓക്കെ, ദെൻ ക്രിയേറ്റ് ദ സൈൻ അപ്പ്. ആൻഡ് സൈൻ അപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. സൈൻ അപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ഫോർ എക്സാമ്പിൾ നമ്മൾ സൈൻ അപ്പ് പേജിൽ ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, നെയിം ഉണ്ട് എന്ന് വിചാരിക്കുക. നെയിമും ഫോൺ നമ്പറും ഉണ്ട്, 4 ഫീൽഡ് എന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് ഓതൻറ്റിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സൈൻ വിത്ത് ഇമെയിൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. പക്ഷെ ബാക്കി നമ്മളെ ഫോമിലുള്ള ഡാറ്റ നമ്മൾ ഫയർ സ്റ്റോറിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ മോഡൽ ഹിയർ. ഇവിടെ വന്നിട്ട് ഈ ഓത്തിനകത്ത് വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ് എ മോഡൽ. ഇവിടെ വന്നിട്ട് മോഡൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഐ എം ഗോയിങ് ടു ഹാവ് എ മോഡൽ ദാറ്റ് ഈസ് user_model എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഇസ് എ ക്ലാസ് യൂസർ മോഡൽ. ഓക്കെ, ഒരു യൂസർക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അയാൾക്ക് ഒബ്വിയസ്ലി അയാൾക്ക് എന്തുണ്ട്, ഇമെയിൽ ഉണ്ടായിരിക്കും. ലെറ്റ് മീ ഹാവ് എ string email. Okay, string password. Okay, and I need an ID for a user, string UID. Okay, then what else, name is string name. Then see, ഒരുപാട് കോംപ്ലക്സിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഫോൺ നമ്പർ. ഓക്കെ, ആൻഡ് ക്രിയേറ്റ് എ കൺസ്ട്രക്ടർ user model and this dot
email, this dot password, this I just made this optional, this dot ഞാൻ റിക്വയർഡ് ഒന്നും എവിടെ എഴുതിയിട്ടില്ല, this dot because നമ്മൾ ഫോമിൽ നമ്മളെല്ലാം കൂടി ചിലപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവില്ല, അതിൽ ഒരുപാട് സമയമായി പോകും. ഓക്കെ, ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ മോഡൽ. ഓക്കെ, ഇനി നമ്മളുടെ ബ്ലോക്കിൽ തിരിച്ചു വരിക. ഇത് ക്ലിയർ ആണല്ലോ, അത് വലിയ കോംപ്ലക്സിറ്റി ഇല്ലാത്ത കാര്യമാണല്ലോ, അതായത് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയുള്ളത് നമ്മളുടെ ഈവൻറ്റിൽ തിരിച്ചു വരിക. ഈവൻറ്റിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ്സ് ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് sign up event that extends all the event. Okay, then I'm going to have a final user model user. മനസ്സിലായില്ലേ? അതായത് ആ മോഡലിൽ ആ യൂസറെയാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഇവിടെ കൊടുത്തത്. then sign up event and you have a required parameter, required this dot user, ബിക്കോസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂ ഈ ഇതിലുള്ള ഡാറ്റയാണ് നമുക്ക് ഒതൻറ്റിക്കേഷനിലും വേണ്ടത്, ബാക്കി ഡാറ്റയാണ് നമുക്ക് ഫയർ സ്റ്റോറിലും കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഇവന്റ് നമ്മൾ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ യൂസറുടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇതാണ് നമ്മളുടെ എന്ത് രണ്ട് ഇവന്റ്, ഒന്ന് ലോഗിൻ ഈവന്റ്, മൂന്ന് ഇവന്റ് ഉണ്ട്. ചെക്ക് ലോഗിൻ സ്റ്റാറ്റസ്, ദെൻ ലോഗിൻ ഈവന്റ് ആൻഡ് സൈൻ അപ്പ് ഈവന്റ്. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു യു ക്യാൻ റൈറ്റ് യുവർ സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് സ്റ്റേറ്റ് എഴുതുന്നത് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് ഇതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെരി സിമ്പിൾ. ആൻഡ് ബ്ലോക്കിൻ്റെ ഒരു കാര്യം, യു ഐയിൽ നിന്ന് നമ്മൾ ഒരു ഈവന്റ് ആഡ് ചെയ്യുന്നു. ആ ഈവെന്റിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ബ്ലോക്കിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ആ ഈവന്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് എന്ത് സ്റ്റേറ്റ് യു ഐയിലേക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യമായിരിക്കും ഈ സ്റ്റേറ്റിനകത്ത് എഴുതുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് റൈറ്റ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സ്റ്റേറ്റ്സ് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും? അതായത് ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. ദെൻ നമുക്കൊരു ലോഡിംഗ് സ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് auth loading extends auth state. ഓക്കെ, ദെൻ പിന്നുള്ളത് ഓതൻറ്റിക്കേറ്റർ ആണോ നോക്കണം. ദെൻ അൺഓതൻറ്റിക്കേറ്റഡ് ഉണ്ട്, ഓതൻറ്റിക്കേറ്റഡ് എറേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് ഇയാൾ ഓൾറെഡി ഓതൻറ്റിക്കേറ്റഡ് ആണോ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഓതൻറ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് എഴുതാണ്. ഓതൻറ്റിക്കേറ്റഡ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് auth state. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ മേ ബി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ ഡാറ്റ കിട്ടണം എന്ന് വിചാരിക്കുക, അതായത് അയാളുടെ യൂസർ ഡാറ്റ. അപ്പോൾ ഞാൻ യൂസർ ദാറ്റ് മീൻസ് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്ത ക്രെഡൻഷ്യൽസ് തിരിച്ചു വരുമല്ലോ. അപ്പോൾ ആ ഡാറ്റ നമുക്ക് എടുക്കണം, അത് എടുത്തിട്ട് നമുക്ക് ഫയർ ബേസ് ഷെയർഡ് പ്രിഫറൻസിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും പേർപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ യൂസ് ദിസ് ഓതൻറ്റിക്കേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഐ തിങ്ക് ദിസ് ഇസ് nullable. Okay, then you can have that authenticated. Okay, then inside this you can pass this dot authenticate, this dot user. Okay, that is your authenticator state. Then class unauthenticated ഉണ്ടായിരിക്കും. authenticated extends authenticate state. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ്. അതായത് ആ ബ്ലോക്ക് ആ ഈവന്റ് ട്രിഗർ ചെയ്യുമ്പോൾ എന്ത് സ്റ്റേറ്റ് ആണ് റിസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു തരേണ്ടത് എന്നുള്ളതാണ് എന്ത് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, ദെൻ യു ഹാവ് ഒബ്വിയസ്ലി യു ഹാവ് സം എറേഴ്സ്. സി ഓതൻറ്റിക്കേറ്റഡ് എറേഴ്സ് കേട്ടോ, എന്ത് പേരുള്ള കൊടുക്കാം? ഓതൻറ്റിക്കേറ്റഡ് എറർ. ഓക്കെ, ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഓതൻറ്റിക്കേറ്റ് സ്റ്റേറ്റ്. ദെൻ എറേഴ്സിൻ്റെ കേസിൽ നമുക്കൊരു എറർ ചിലപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് ദാറ്റ് എറേഴ്സ് ഹിയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ക്രിയേറ്റ് എ വേരിയബിൾ ഫൈനൽ സ്ട്രിങ് മെസ്സേജ് that is for error message. Then create the constructor authenticate error. Then this dot message and make this required. Okay, required. Okay, and these are the different states. I think it is clear. Okay, then come to your block. ഇനി നമ്മൾ ബ്ലോക്കിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഓൾറെഡി നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും? യു ഹാവ് സം
ഈവൻറ്റ്സ് ഇവിടെ ഓത് ഈവൻറ്റ് ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലോഗിൻ സ്റ്റാറ്റസ് ആണ്. ഓൺ ചെക്ക് ലോഗിൻ സ്റ്റാറ്റസ് എഴുതുകയാണ് ഞാൻ. ഓൺ ചെക്ക് ലോഗിൻ സ്റ്റാറ്റസ് ഈവൻറ്റ്. ഓക്കെ, ലെറ്റ് മീ emit some state here, or you can try something. Try. Okay, what is I'm going to try? Let me have that user here. User. Okay, then എന്തായിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു ഓൾറെഡി ഒരു authenticated യൂസർ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് we are going to await, and if this is await, make this async. എന്തിനു വേണ്ടി await ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് we are awaiting for let's have something like this. ഒരു ഫ്യൂച്ചർ ഇതാണ്. അത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് ഡ്യൂറേഷൻ, then seconds, ഒരു 1 second ഡിലേ നമ്മളവിടെ കൊണ്ടുവന്നു. then here, okay, and let's await. then ഇവിടെ എന്ത് ചെയ്യണം? യൂസർ ഈക്വൽ ടു ഓതൻറ്റിക്കേഷനിൽ പോകണം. അതായത് ഫയർബേസ് ഓത് ഡോട്ട് ഇൻസ്റ്റൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അതിവിടെ ഉണ്ടാക്കാം. ഫൈനൽ ഫയർബേസ് ഓത്ത് _auth equal to firebase auth dot instance. Okay, then you can call this _auth here, _auth dot current user. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കറണ്ട് യൂസർ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് യൂസർ നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഓൾറെഡി ഒരാൾ എന്തുണ്ട്, അതിൽ ലോഗിൻഡ് ആണ്, അല്ലെങ്കിൽ ലോഗിൻ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, യു ഹാവ് ടു എമിറ്റ്. എന്ത് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം? ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. ഓതൻറ്റിക്കേറ്റഡ്. ദെൻ യു ഹാവ് ടു എമിറ്റ്. അയാളുടെ ഡാറ്റയും കൂടി എന്ത് ചെയ്യണം, ഈ യൂസർ ഡാറ്റയും കൂടി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ എൽസ് പാർട്ടിൽ ഞാൻ എഴുതുകയാണ്. എൽസ് എന്ത് ചെയ്യണം, ആൾ അൺഓതൻറ്റിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇത് എമിറ്റ് ദ സ്റ്റേറ്റ് ഈസ് അൺഓതൻറ്റിക്കേറ്റഡ്. ഓക്കെ, ദെൻ വി ഹാവ് ടു ക്യാച്ച് ദ എറേഴ്സ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ട്രൈ ആൻഡ് ക്യാച്ച്. യു ക്യാൻ ഹാവ് ദറ്റ് ഇ ഹിയർ, എറേഴ്സ്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു എമിറ്റ് ദ എറർ സ്റ്റേറ്റ്. എമിറ്റ് എന്ത് സ്റ്റേറ്റ് ആണ്? ഓതൻറ്റിക്കേറ്റഡ് ഓതൻറ്റിക്കേറ്റഡ് എറർ. ആൻഡ് ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു പാസ് ദാറ്റ് ഇ ഡോട്ട് സ്ട്രിങ്. എക്സാക്ട്ലി അവിടെ നിന്ന് തിരിച്ച് വന്ന എറർ അതേപോലെ ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ ലോഗിൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നമ്മളുടെ സ്പ്ലാഷ് പേജിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഗോ ടു യുവർ സ്പ്ലാഷ് പേജ്. നമ്മളുടെ സ്പ്ലാഷ് പേജിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, സ്പ്ലാഷ് പേജിന് ദിസ് ഈസ് യുവർ സ്പ്ലാഷ് പേജ്. ഓക്കെ, നോട്ട് ദിസ്, ഇൻസൈഡ് ദിസ് യു ഹാവ് സ്പ്ലാഷ് പേജ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി സ്പ്ലാഷ് പേജിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വി ഫോർമാറ്റ് ദിസ്. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. ആൻഡ് ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു റാപ്പർ ക്ലാസ് ഉണ്ടാക്കുകയാണ്. ആ ഒരു ബ്ലോക്ക് പ്രൊവൈഡറിനെ ഈ ഒരു പേജിൽ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൊത്തത്തിൽ അതിൻ്റെ റൺ ആപ്പിൽ റാപ്പ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രം എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്പ്ലാഷ് പേജ് റാപ്പർ ഉണ്ടാക്കുകയാണ്. Okay, that is a class, and this is going to return the block provider, and obviously ഇതിന് എന്തുണ്ടായിരിക്കും, കോണ്ടെക്സ്റ്റ്. ഏത് ബ്ലോക്കാണ് വേണ്ടത്? auth ബ്ലോക്കാണ്. Okay, and ഇതിന് എന്തുണ്ട്, child. That child should be this splash page. Okay, and put a semicolon here, and let me reboot this. You will get an error here. Okay, ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫൺ നിങ്ങൾക്ക് മേ ബി ഇവിടെ എറർ വരും. ഇപ്പം ഇത് കൺസ്യൂം ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ സ്പ്ലാഷ് പേജ് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്ക് വേണ്ടത് ദിസ് ഗോയിങ് ടു റിട്ടേൺ, നമുക്ക് ലിസൺ ചെയ്യണം സ്പ്ലാഷ് പേജിനെ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് സ്കഫോൾഡ് ആണ്. ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് ഫ്രം ഹിയർ, ആൻഡ് ദിസ് ഈസ് എ ബ്ലോക്ക്. ലെറ്റ് മീ ഹാവ് എ ബ്ലോക്ക് ലിസണർ. ആൻഡ് എന്താണ് ലിസൺ ചെയ്യേണ്ടത്? ഇവിടെ ലിസൺ ചെയ്യേണ്ടത് കോണ്ടെക്സ്റ്റ്, ദെൻ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ
ഇനി വേണ്ടത് ഏത് ബ്ലോക്കാണെന്ന് കൊടുക്കണം. അവിടെ ഏത് ബ്ലോക്കാണ്, ഓത് ബ്ലോക്ക്, ഏത് സ്റ്റേറ്റ് ആണ്, കോമ ഓത് സ്റ്റേറ്റ്. ഓക്കെ, ഇതിന് ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഇതിനകത്താണ് നമ്മൾ ഇവിടെ ഞാനൊരു ഇഫ് എഴുതുകയാണ്. ഐ തിങ്ക് യു ഹാവ് കോണ്ടെക്സ്റ്റ്. ഞാൻ എങ്ങനെ കൊടുത്തത്, കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ബ്ലോക്ക് പ്രൊവൈഡർ, ഒരു കോണ്ടെക്സ്റ്റ് ബ്ലോക്ക് പ്രൊവൈഡർ. ഓക്കെ, ഈ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ആണ്. ഇവിടെ യു ക്യാൻ പുട്ട് എ കോമ ഹിയർ. ഇവിടെ ഒരു ചൈൽഡ് ഉണ്ടായിരിക്കും. ആ ചൈൽഡാണ് എന്ത്, ഈ സ്കഫോൾഡ്. ഓക്കെ, ഇതാണല്ലോ നമുക്ക് UI ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ ലിസണിങ് ദാറ്റ് ബ്ലോക്ക്. ആ ബ്ലോക്കിൽ നിന്നുള്ള എമിറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ലിസൺ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഇഫ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഈസ് ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും പോകേണ്ടി വരിക? നമുക്ക് പോകേണ്ടത് നാവിഗേറ്റർ ഡോട്ട് പുഷ് ചെയ്യാം. പുഷ് നെയിംഡ് എഴുതാം. പുഷ് നെയിംഡ് ഓർ പുഷ് റീപ്ലേസ്മെന്റ് എഴുതിയാലോ, പുഷ് റീപ്ലേസ്മെന്റ് നെയിംഡ്. ഓക്കെ, ഇവിടെ എന്ത് വരണം, നമ്മൾ എങ്ങോട്ട് പോകണം, ഫോമിലേക്ക് പോകണം. ഓക്കെ, നമുക്ക് ആ വ്യൂ ഇവിടെ അല്ല. ദെൻ എന്ത് ചെയ്യണം, എൽസിഫ് എഴുതുന്നുണ്ട്. എൽസിഫ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഈസ് അൺഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു go to your login. Okay, then നമ്മൾ റൗട്ട്സിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് റൗട്ട്സ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കം ഹിയർ, മെയിൻ ഡോട്ടിൽ നമ്മൾ റൗട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റൗട്ടേ ഉള്ളൂ. ലെറ്റ് മീ ക്രിയേറ്റ് വൺ മോർ, Control D, and this is I'm going to have /login here, and this is your, ഇവിടെ കോമ വേണം because it's a map. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, login page. Okay, then come here, another thing, login home എന്ന് എഴുതി. home എന്ന് പറയുന്നത് context, that is home page. Okay, then ഇവിടെ ഞാനിത് റീബൂട്ട് ചെയ്തു ഇവിടെ എറർ ആണ്. Okay, this is error I told you earlier because ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ബ്ലോക്കിനെ ലിസൺ ചെയ്തത് ഈ ക്ലാസ് ആണ്, അതായത് നമ്മുടെ സ്പ്ലാഷ് പേജിൽ വരിക ഇത്. പക്ഷേ ഈ ബ്ലോക്ക് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പാസ് ചെയ്ത് കൊടുത്തത് ആർക്കാണ്, സ്പ്ലാഷ് പേജ് റാപ്പറിനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോൾ ചെയ്തേക്കുന്ന ആരെയാണ്, ഹോമായിട്ട് കോൾ ചെയ്തേക്കുന്നത്, നമ്മൾ കോൾ ചെയ്തത് സ്പ്ലാഷ് പേജിനെയാണ്. മേക്ക് ദിസ് റാപ്പർ. ഓക്കെ, ആൻഡ് ദെൻ റീബൂട്ട് ദിസ് തിങ്. ലെറ്റ്സ് ചെക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, നൗ യു ഹാവ് ദ സ്പ്ലാഷ് പേജ് ആൻഡ് 2 seconds അത് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് അങ്ങോട്ട് പോകണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകണം, നമ്മളുടെ ഓത്ത് വ്യൂവിലേക്ക് അല്ലെങ്കിൽ ലോഗിൻ വ്യൂവിലേക്ക് പോകണം. ഇതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, /home/login. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മളുടെ സ്പ്ലാഷ് പേജിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ /home റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ ഹോമിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പോകണം. ഓക്കെ, പക്ഷെ പോയില്ല, സ്റ്റോപ്പ് ചെയ്തു. ഒന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് പോവില്ല. അതിന് കാരണം നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. വി ഹാവ് ഇൻ ആഡഡ് ദാറ്റ് ബ്ലോക്ക്. നമ്മൾ ബ്ലോക്കിലേക്ക് ആ ഈവൻ്റ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യണം, ഡോട്ട് ആഡ്, ഏതായിരിക്കും ഈവൻ്റ്, ചെക്ക് ലോഗിൻ സ്റ്റാറ്റസ് എന്നുള്ള ഈവൻ്റ് ഞാൻ ആഡ് ചെയ്തു. നേരത്തെ നമ്മളത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വന്നത്. ഓക്കെ, ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്തു, ആപ്പ് വന്നു. നൗ യു ആർ ഇൻ യുവർ ലോഗിൻ പേജ്. ഇവിടെ നമ്മൾ ലോഗിൻ പേജിൽ വന്നു. ഓക്കെ, ബിക്കോസ് ഒന്നുകൂടി ഞാൻ റീബൂട്ട് ചെയ്തു. ഇവിടെ അത് കാണാത്തതിന് കാരണം എന്താണ്, ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. 2 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്തു. എന്നിട്ടാണ് ആ 2 സെക്കൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ആ സ്പ്ലാഷ് പേജ് കാണില്ല. അപ്പം തന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അതിനാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്,
നമ്മളുടെ ഓത് ബ്ലോക്കിൽ ഇവിടെ ഒരു 2 സെക്കൻഡ് ഡിലേ കൊടുത്തത് അല്ല 1 സെക്കൻഡ് ഡിലേ, യു ക്യാൻ മേക്ക് ഇറ്റ് 2 സെക്കൻഡ് ഡിലേ കൊടുത്തു, റീബൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ 2 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്തു ഓതന്റിക്കേറ്റർ ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഹോം പേജ് കാണിച്ചു തരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലോഗിൻ വ്യൂ കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്പ്ലാഷ് പേജിൽ ആ ഒരു ചെക്ക് നടത്തുന്നത്. ഇനി ഇതല്ലാണ്ട് ചെയ്യാം, ഷെയർഡ് പ്രിഫറൻസ് എടുത്തതൊക്കെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഓത്ത് വ്യൂ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യണം. അതായത് ഈ ലോഗിൻ വ്യൂ ഒന്ന് ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സെൻറ്റർ എഴുതിയിട്ടുള്ളൂ. ലെറ്റ് മീ ഹാവ് എ കണ്ടെയ്നർ ഹിയർ. കണ്ടെയ്നർ, the height should be infinity, width should be infinity, then the child should be a column. Child should be a custom scroll view. Maybe you're familiar with custom scroll view. Okay, I'll show you the thing. Column children. Okay, then ഇവിടെ ഞാനൊരു ഓൾറെഡി എഴുതി വെച്ച ഒരു എന്താ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ്. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ഫോം ഫീൽഡിൽ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പോലെ അത് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കസ്റ്റം ടെക്സ്റ്റ് ഫോം ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓതിനകത്തുള്ള വിഡ്ജറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഒന്നുമില്ല, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കസ്റ്റം ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കസ്റ്റം ടെക്സ്റ്റ് ഫോം ഫീൽഡ് എങ്ങനെ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഓൾറെഡി എല്ലാ പാരാമീറ്റേഴ്സ് ഒക്കെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോഡ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് വെരി സിമ്പിൾ, ദിസ് എ ക്ലാസ്. ആൻഡ് നമുക്ക് ആ ഒരു എപ്പോഴും എല്ലാം റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താണ്, ഒരു കസ്റ്റം ടെക്സ്റ്റ് ഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പ്ലാഷ് വ്യൂ, ഓത്ത് വ്യൂവിൽ വരിക, ലോഗിൻ വ്യൂവിൽ, നോട്ട് ഓത്ത് വ്യൂ, ഇറ്റ്സ് ലോഗിൻ വ്യൂ. വ്യൂസിൽ ലോഗിൻ വ്യൂവിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ആരെ ആഡ് ചെയ്യാം. ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ, ടെക്സ്റ്റ്, ഐ നീഡ് ദിസ് തിങ് ലോഗിൻ വിത്ത് ഇമെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, സേവ് ദിസ്. അപ്പോൾ ഇവിടെ ടോപ്പിലാണത് വന്നത്. നമുക്ക് നടുക്ക് വരാമല്ലോ, സ്റ്റൈൽ ചെയ്തു. ദാറ്റ് ഷുഡ് ബി തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് ഐ നീഡ് ഡിസ്പ്ലേ ലാർജ് ഡോട്ട് ഡിസ്പ്ലേ ലാർജ്. നോ തീം text theme dot display large and save it. Now you have that here ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരിക്കും. And you can make this main axis alignment center. Now you have login with email here. Then ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് വരണം, ഇവിടെ നമുക്ക് custom, I have a sized box with a height of 20. Then custom text form field, and it has a mandatory parameter, 2 parameters. One is int text and this is enter email. Then come here, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, let me create some controllers here. See, controllers ഇവിടെ വന്നിട്ട് let me make this a stateful widget. And ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, you can have text editing controller underscore text editing controller. Okay, then I need one more controller. This is a login page and that is for password. So password, and let me rename this to email controller. Okay, email controller. And let me write a dispose method. And dispose method എന്താണെന്ന് അറിയാലോ, മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടി. നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ email controller dot dispose എഴുതി. Then underscore password controller dot dispose. Okay, now come here, pass the controller, that is underscore email controller, and save this. You'll get a box here. I need a padding here, so come here, padding edge inset dot all. I need left and right, symmetric, horizontal 25. Okay, now you have padding. Then under this thing I need a box for password, text box for password. I just copy this thing and rename the controller password controller, and the text is enter password or simply password. Atham meeting will change the password. Save this and you have 2 boxes. One is for password, another one is for your. Okay, now you need a button here. Let me write a button here, a container. Give a height of 48 and width of
let me give it 250 width, and you need a comma here, control C, control V. And one more thing here, ഇവിടെ നമുക്ക് എന്ത് വേണം, ഇതൊരു പാസ്വേഡ് ബോക്സ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ത് ആ ഒരു ഇത് നമുക്കൊരു ഐഡ് ഐക്കൺ ഉണ്ടായിരിക്കുമല്ലോ, ഷോ പാസ്വേഡും hide password, suffix icon, and you can make this obscure text true. No, it is true, not element dot true. Okay, then you can provide a suffix icon. Suffix icon എന്ന് പറയുന്നത് icon. Okay, no need of this thing. You can have obscure text true ആയ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും, ഞാൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ ഐക്കണൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. സേവ് ചെയ്തു. I think you have another HTML import. Save it. Now you can see here, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തെളിഞ്ഞ് കാണണം. ഇതിന് കാരണം, ഇത് കാണാത്തതിന് കാരണം ഇവിടെ എന്തുണ്ട്, നമ്മളിവിടെ ഞാൻ ഐ തിങ്ക് ഇവിടെ കളേഴ്സ് ചിലപ്പോൾ കൊടുത്തത് ടീം ഡോട്ട് ഹിൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ലെറ്റ് മീ ഹാവ് ദ ഡിസ്പ്ലേ. നോ, ലെറ്റ്സ് ഹാവ് എ ബോഡി സ്മോൾ ഹിയർ. നമ്മുടെ ലോഗിൻ തീമിൽ വന്നിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു തീം എഴുതാം. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒന്നേ എഴുതിയിട്ടുള്ളൂ. ലെറ്റ്സ് ഹാവ് ബോഡി സ്മോൾ. ഓക്കെ, ആൻഡ് പുട്ട് എ കോമ ഹിയർ. Then the size should be a 16 or 16. And here, ഇവിടെ വന്നിട്ട് that should be body small. Okay, let's reboot. കളർ നമ്മൾ വൈറ്റ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ആൻഡ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം, now you have text here. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും, വൈറ്റ് തന്നെ ആയിരിക്കും. ആ തീം ജസ്റ്റ് മാറ്റിയതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ ഐക്കൺ തീം ഉണ്ട്. ഈ ഐക്കണിൻ്റെ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇല്ല, കളർ ഐക്കൺസ് ഡോട്ട് വിസിബിലിറ്റി icon button ഉണ്ട്. and you have icon here. What is a cross icon ഇവിടെ. Okay, you can have color. Let me make this white. Okay, now you have a brighter icon. Okay, now let's move into, again come back to our login page, and you are going to create a decoration, box decoration. The color should be, let me have an orange color. Okay, now theme color on the define just save it out orange button one. And you need some I need this thing should be a 52. Okay, and border radius is circular of 12. Okay, now you have, and you can write a child here. Child should be a center. Child text. Okay, then login. Save it. Okay, and theme should be theme. Now style should be theme dot off context. ഇതിങ്ങനെ എല്ലാ പ്രാവശ്യം എഴുതുന്നതിന് പകരം മുകളിൽ എഴുതുകയൊക്കെ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ കാണിച്ചാണത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് ടെക്സ്റ്റ് തീം ഡോട്ട് ഡിസ്പ്ലേ ലാർജ്, നോ ബോഡി സ്മോൾ. ഓക്കെ, സേവ് ദിസ്. അപ്പോൾ ഇവിടെ ലോഗിൻ വന്നു. ഓക്കെ, നൗ യുവർ ലോഗിൻ പേജ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, നൗ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലോഗിൻ ചെയ്യണം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ വരണം, നമ്മളുടെ ഹോം വ്യൂവിൽ വരണം. ഗോ ടു ഹോം. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരുന്നത് ലെറ്റ് മീ ഹാവ് ആൻ ആപ്പ് ബാർ ഹിയർ. ആപ്പ് ബാർ. ഓക്കെ, ദെൻ റീബൂട്ട് ചെയ്തു. ഇനി നമ്മളുടെ ബ്ലോക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ലോഗിൻ വ്യൂ ഉണ്ടാക്കി. ഇതേപോലെ നമ്മൾ ലോഗിൻ വ്യൂ നമുക്ക് രജിസ്ട്രേഷൻ കൂടി ഉണ്ടാക്കാം അല്ലേ. എന്നിട്ട് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അതായിരിക്കും ഇത് പ്രോപ്പർ വേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ താഴെ ഞാനൊരു സൈസ്ഡ് ബോക്സ്, ഈ സൈസ്ഡ് ബോക്സ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ റോ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് എന്ത് ചെയ്യണം, ന്യൂ ഹിയർ, ജസ്റ്റ് സിംപിളി സൈൻ അപ്പ് ചെയ്യാൻ പറയണം. ന്യൂ ഹിയർ. ഓക്കെ, പുതിയ ആളാണെങ്കിൽ എന്ത് ചെയ്യണം, യു ക്യാൻ രജിസ്റ്റർ. അഗെയിൻ വൺ മോർ ടെക്സ്റ്റ്, or you can have a text button. Okay, text button text that should be registered. Save it. അപ്പോൾ ഇവിടെ എന്ത് വരണം, ഐ തിങ്ക് ഒരു എക്സ്ട്രാ കോമന്റ് ഇവിടെ. ഓക്കെ, സേവ് ഇറ്റ്. ഇവിടെ രജിസ്റ്റർ എന്ന് വന്നു. അതിൻ്റെ ഇതിൻ്റെ കളർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ
ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ദിസ് തിങ് തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് dot text theme dot body small. Okay, now you have a register button and I need a style, this style for നമ്മളുടെ ഇപ്പുറത്ത് മുകളിൽ എഴുതിയ ടെക്സ്റ്റിന് എന്ത് ചെയ്യണം, ഈ സ്റ്റൈൽ വേണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കോമ ഇട്ടിട്ട് ആ സാധനത്തെ അവിടെ പേസ്റ്റ് ചെയ്തു, സേവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം, അതൊന്ന് സെൻറ്ററിലേക്ക് നീങ്ങാൻ വേണ്ടി. ഓക്കെ, നൗ യു ക്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, നമ്മൾ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ റൗട്ട് ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം, റൗട്ട്സിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് എ രജിസ്റ്റർ റൗട്ട്, register, and this is going to be your register page. And ഈ പേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കം ഹിയർ, ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് register page. Okay, then come here, this is a scaffoldന്റെ ബോഡി എന്ന് പറയുന്നത് ലെറ്റ് മീ ഹാവ് എ കണ്ടെയ്നർ, ചൈൽഡ് ഷുഡ് ബി എ കോളം. ഓക്കെ, ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് സെമിക്കോളൻ എഴുതി. ഇനി മെയിൻ ഡോട്ടിൽ വന്നിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യുക, പുട്ട് എ കോമ ഹിയർ, ദെൻ ഇമ്പോർട്ട് ദിസ് രജിസ്റ്റർ പേജ്. ഓക്കെ, ദെൻ ഗോ ടു ലോഗിൻ വ്യൂ. ഇവിടെ എന്ത് ചെയ്യണം, ലെറ്റ് മീ ഹാവ് ദാറ്റ് navigator dot push മതി, നമുക്ക് തിരിച്ചു വരണം. push named /register. okay, semicolon, save it, click here. now you are in register page. okay, and ഇവിടെ രജിസ്റ്റർ പേജിൽ ആപ്പ് ബാർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബാക്ക് ബട്ടൺ ഇല്ലാത്തത്. ആൻഡ് യു ക്യാൻ ഹാവ് എൻ ആപ്പ് ബാർ ബിക്കോസ് നമ്മൾ പുഷ് ആണ് ചെയ്തത്, ബാക്കിൽ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഡീഫോൾട്ട് ആയിട്ട് ഒരു ആപ്പ് ബാർ അവിടെ വരും. okay, you have an app bar and you don't have any theme for background color. app bar theme നമ്മൾ എഴുതാത്തതുകൊണ്ടാണ് ആപ്പ് ബാർ അങ്ങനെ വന്നത്. ഐ ഡോണ്ട് നീഡ് ദാറ്റ് ആപ്പ് ബാറും അതേ സ്റ്റൈലിൽ വരാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൽക്കാലം നമ്മൾ സമയം കളയണ്ട. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തീം എഴുതിയ സ്ഥലത്ത് പോവാം, മെയിൻ ഡോട്ട്. ഇവിടെ നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്, ഈ കളർ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ തന്നെ എഴുതാം. എല്ലാ ആപ്പ് ബാറും ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്തു, ആപ്പ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വിളിക്കുന്നത് ഇതാണ്. ഓക്കെ, നൗ യു ഹാവ് എ ബ്ലാക്ക് ആരോ. ആ ബ്ലാക്ക് ആരോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഐക്കൺ തീം എഴുതാം. ദാറ്റ് ഷുഡ് ബി icon theme that are color white. Okay, now you have a white thing and go back. You can go back and click here, you can go back. Okay, now in എന്ത് ചെയ്യണം, these are const things, you can make this const. Okay, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, const. Okay, and ഇനി ഈ പേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, we need to design this page. Okay, so അതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ സ്കഫോൾഡ് ഈ ലോഗിൻ പേജ് ഞാൻ ആസ് ഇറ്റ് ഈസ് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. നൗ ഐ നീഡ് ടു റീഫാക്ടർ ദിസ് തിങ്, റീനെയിം, ദാറ്റ് ഷുഡ് ബി രജിസ്റ്റർ പേജ്. ഓക്കെ, റീഫാക്ടർ ദിസ് തിങ് ആൻഡ് ആപ്പ് ബാർ. ഇവിടെ ആപ്പ് ബാർ ഇല്ല, എനിക്ക് ആപ്പ് ബാർ വേണം. ആപ്പ് ബാർ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ const that color, this thing നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത ആ കളർ, this thing കോപ്പി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, paste that color here. Okay, and this is register with email on, not register with email, and come down login എന്നുള്ള ബട്ടൻ്റെ പേര്, this should be register. Come down again, already have an account. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാൻ പറയണം. ലോഗിൻ, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാവിഗേറ്റർ ഡോട്ട് ജസ്റ്റ് ബാക്കിൽ കോണ്ടാക്സ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്സ്റ്റ് പോപ്പ് ചെയ്യാം. ഓക്കെ, നൗ ക്ലിക്ക് ഹിയർ, യു വിൽ ഗെറ്റ് ലോഗിൻ വിത്ത് ഇമെയിൽ, രജിസ്റ്റർ, ന്യൂ ഹിയർ ഓക്കെ, ലോഗിൻ വിത്ത് ഇമെയിൽ, രജിസ്റ്റർ വിത്ത് ഇമെയിൽ ആൻഡ് ലോഗിൻ. ഓക്കെ, കറക്റ്റ് അല്ലേ? and go back, you are in login page. Okay, then ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് 1-2 ഫീൽഡും കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു നെയിം ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 2 കൺട്രോളറും കൂടി ഉണ്ടാക്കി.
One is for name, name, and another one is for phone. Okay, then create some custom text form fields, email controller. ഇത്രയും ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മളുടെ പാസ്വേഡ് കൺട്രോളറിൻ്റെ താഴെ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, വൺ ഹിയർ ആൻഡ് വൺ ഹിയർ. കൺട്രോളർ എന്ന് പറയുന്നത് ഒന്ന് നെയിം കൺട്രോളറാണ്, വേറൊന്ന് ഫോൺ കൺട്രോളറാണ്. ഓക്കെ, ആൻഡ് ചേഞ്ച് ദ നെയിംസ് ഹിയർ ആൻഡ് ദിസ് ഷുഡ് ബി എൻറ്റർ നെയിം, ഹിൻഡ് ടെക്സ്റ്റ് മാറ്റുക. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ദിസ് ഷുഡ് ബി ഫോൺ. ഓക്കെ, സേവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 ബോക്സുകൾ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് യു ചേഞ്ച് ദ കൺട്രോളേഴ്സ്, നെയിം കൺട്രോളർ, ഫോൺ കൺട്രോളർ, ആൻഡ് യു നീഡ് എ സൈസ്ഡ് ബോക്സ് ഇൻ ബിറ്റ്വീൻ ദിസ് തിങ്. കോപ്പി ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ, സേവ് ഇറ്റ്. ഓക്കെ, നൗ യുവർ രജിസ്ട്രേഷൻ ഫോം ഇസ് റെഡി. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എറർ അടിച്ചു. ഓക്കെ, എറർ അടിക്കുമ്പോൾ റെൻഡർ ഫ്ലക്സ് എറർ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നോർമലി ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് കോൾഡ് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് എറർ പോയിട്ടുണ്ടോ? നോ, ഇവിടെ അല്ല റാപ്പ് ചെയ്യേണ്ടത്, കോളത്തെയാണ് റാപ്പ് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് പാരൻ്റ് ആണത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, റാപ്പ് വിത്ത് എ വിഡ്ജറ്റ് ആൻഡ് സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ, സേവ് ഇറ്റ്. നൗ യു ഹാവ് തിങ്. ആൻഡ് പക്ഷേ ഇവിടെ പ്രശ്നം പറ്റി, നമ്മളുടെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ത് ചെയ്തു, അവിടെ പോയി. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തു. ഐ എം ഗോയിങ് ടു റൈറ്റ് എ കസ്റ്റം സ്ക്രോൾ വ്യൂ. ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ഹാവ് എ കസ്റ്റം സ്ക്രോൾ വ്യൂ. കസ്റ്റം സ്ക്രോൾ വ്യൂ ഒരു മൾട്ടി ചൈൽഡ് വിഡ്ജറ്റ് ആണ്. സ്ലിവേഴ്സ് ആണുള്ളത്. സ്ലിവേഴ്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്ലിവർ ഫിൽ റിമൈനിങ് എന്നെടുത്തു ആൻഡ് ഹാസ് സ്ക്രോൾ ബോഡി ഫാൾസ് എന്ന് കൊടുത്തു. ദെൻ ചൈൽഡ് ഷുഡ് ബി, ഞാൻ കട്ട് ചെയ്ത കോളം. ഓക്കെ, നൗ സേവ് ഇറ്റ്. നൗ യു ആർ സ്റ്റിൽ ഇൻ സെൻറ്റർ. ഇവിടെ സ്ക്രോളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ഫെമിലിയർ ടു യു. ഈ ഒരു വിഡ്ജറ്റ് ഇതിനകത്ത് സ്ലിവർ ടു ബോക്സ് അഡാപ്റ്റേഴ്സ് കൊടുക്കാം. ഇത് സ്ലിവർ ഫിൽ റിമൈനിങ് ഹാസ് സ്ക്രോൾ ബോഡി ഫാൾസ് എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്തത്, നമ്മളിതിന് സെൻറ്ററിലേക്ക് വരുത്തിയത്. ഇനി നമുക്ക് ഈ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ആവണം. ഇയാൾ ഓതൻറ്റിക്കേഷനിൽ വരണം. സോ ഗോ ടു യുവർ Firebase, you have to enable the services. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളൂ. ലെറ്റ് മീ ക്ലോസ് ദിസ് ആൻഡ് റിവേഴ്സ് ദിസ് തിങ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാം. എത്ര ആപ്സ്, 3 ആപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുക. കം ഹിയർ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സർവീസ് പ്രൊവൈഡറാണ് വേണ്ടതെന്ന് ചോദിക്കും. ഓക്കെ, ഐ നീഡ് ഇമെയിൽ പാസ്വേഡ്. എനേബിൾ ദിസ് തിങ്, സേവ് ഇറ്റ്. ഓക്കെ, നൗ യുവർ ഇമെയിൽ your provider is added here. Then come to the build section. അതിനകത്ത് Firestore enable ചെയ്യുക. Go to Firebase Firestore. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, start a database. And it is showing some details here. Default ID ഇവിടെ വന്നിട്ടുണ്ട്. Then അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു വാർണിംഗ് ഉണ്ടായിരിക്കും. വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ കിട്ടുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Then next, click next, and it is in production mode, and I am going with the production mode. And test mode എന്ത് ചെയ്യും, 30 days കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി റൂൾസ് അപ്ഡേറ്റ് ചെയ്യണം. ദെൻ സ്റ്റാർട്ട് ഇൻ പ്രൊഡക്ഷൻ മോഡ്, ദെൻ എനേബിൾ. ദെൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആ ഒരു എവിടെയോ ഇരിക്കുന്ന US ഇരിക്കുന്ന ഒരു സെർവറിൽ നമുക്കൊരു ഫയർബേസ് ഡാറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഒത്തിരി സമയം എടുക്കും. ഇതിനകത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഡാറ്റാബേസിലേക്ക് എന്ത് ചെയ്യും, ആ വ്യൂവിലേക്ക് വരും. ഇവിടെ റൂൾസിൽ പോവുക. റൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റൂൾസ് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് റൂൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റൂൾസിനെ പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് കോംപ്ലക്സ് റൂൾസ് ഇവിടെ എഴുതാം. ഇപ്പം ഞാൻ ഒരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. ഐ എം ഗോയിങ് ടു ഹാവ് എ ട്രൂ ഹിയർ. ദാറ്റ് മീൻസ് എല്ലാ ഡോക്യുമെന്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, ആര് ഓതൻറ്റിക്കേറ്റഡ് യൂസർ റീഡ് ചെയ്യണോ അല്ലെങ്കിൽ അല്ലാത്തവർ റീഡ് ചെയ്യണോ, ഏത് കളക്ഷൻസ് റീഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബിൽഡ് ദറ്റ് കോംപ്ലക്സ് റൂൾസ് ഹിയർ. ഇപ്പം ഞാൻ ജസ്റ്റ് ട്രൂ എന്ന് കൊടുത്തു, പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ദെൻ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ടോസ്റ്റ് ഇവിടെ വരും. നൗ ഇറ്റ് ഈസ് പബ്ലിഷ്. നൗ യുവർ വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ് ഫയർസ്റ്റോർ എന്താണ്, ഈസ് റെഡി ടു ഓപ്പറേറ്റ്. ഓക്കെ, നൗ ഗോ ടു യുവർ പ്രോഗ്രാം അഗെയിൻ. Firebase ബ്ലോക്കിൽ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓത്ത് ബ്ലോക്കിൽ വരിക.
ഓക്കെ, നമ്മൾ പാക്കേജൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പാക്കേജൊക്കെ നമ്മൾ ഇനീഷ്യലി ആഡ് ചെയ്തതാണ്. കം ടു യുവർ ഓത് ബ്ലോക്ക്. ഓത് ബ്ലോക്കിൽ നമ്മളിപ്പോൾ ഒരേ ഒരു കാര്യമായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് ലോഗിൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള സാധനം മാത്രമേ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ലോജിക്ക് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓത് ബ്ലോക്കിൽ വന്നിട്ട് സൈൻ അപ്പ് ചെയ്യാനുള്ള ലോജിക്ക് എഴുതാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓത് ബ്ലോക്കിനകത്ത് വന്നിട്ട് ഇവിടെ ഇതേപോലെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓൺ ഈവൻറ്റിൻ്റെ പേര് ഓൺ യു ക്യാൻ ഗീവ് ആൻ ഈവൻറ്റ് സൈൻ അപ്പ് ഈവൻറ്റ്, ഇതാണ് നമ്മൾ ഈവൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈവൻറ്റ് കോമ എമിറ്റ്. ദെൻ എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ബി ആൻ അസിങ്ക് തിങ്, അസിങ്ക്, ദെൻ പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം ഹാവിങ് an emit auth loading emit ചെയ്തു. ദെൻ ഇനി എന്ത് ചെയ്യണം, യു ഹാവ് ടു ട്രൈ. സത്യത്തിൽ ഞാൻ ആ ക്ലീൻ ആർക്കിടെക്ചർ പറയുമ്പോൾ ഇതിനൊക്കെ നമ്മൾ റെപ്പോസിറ്ററി ആക്കി മാറ്റി നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബ്ലോക്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ APIs മോഡൽസ് ഒക്കെ എഴുതുന്നത്. ഇവിടെ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ് ഇവിടെ, അതല്ല ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് എ ഫൈനൽ യൂസർ ക്രെഡൻഷ്യൽ, user credential equal to await. എന്ത് ചെയ്യണം, അണ്ടർസ്കോർ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഓത് ഡോട്ട് ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ്. ഓക്കെ, ഇമെയിൽ എവിടെ നിന്നായിരിക്കും വരിക, ഇമെയിൽ വരുന്നത് നമ്മൾ ഈ ഈവൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈനപ്പ് ചെയ്യാൻ പറയുമ്പോൾ യൂസർ മോഡൽ പാസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈവൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് റീഡബിലിറ്റിക്ക് വേണ്ടി താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇമെയിൽ വരുന്നപ്പോൾ എവിടെ നിന്നായിരിക്കും, ടേക്ക് യുവർ ഈവൻറ്റ് ഡോട്ട് യൂസർ നള്ളബിൾ ആണ് ഡോട്ട് സി. ഇവിടെ നമുക്ക് എന്ത് വേണം, ഇമെയിൽ. ആൻഡ് ഐ തിങ്ക് യു നീഡ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു സ്ട്രിംഗ്. ഓക്കെ, ദെൻ പാസ്വേഡ് എന്ന് പറയുന്നത് ഇതേപോലെ എന്ത് ചെയ്യുക, ഈവൻറ്റ് ഡോട്ട് യൂസർ ഡോട്ട് പാസ്വേഡ് ഡോട്ട് ടു സ്ട്രീം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രജിസ്റ്റർ ചെയ്യും. ഇനി എന്ത് ചെയ്യണം, കം ഔട്ട്സൈഡ് ഓഫ് ദിസ് തിങ്, നോ, ആ ബ്ലോക്കിൻ്റെ പുറത്ത്, അതായത് ഈ പറയുന്ന ഫങ്ഷനാലിറ്റി നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഫൈനൽ യൂസർ ഈക്വൽ ടു നമുക്ക് തിരിച്ച് കിട്ടിയ യൂസർ ക്രെഡൻഷ്യൽ ഉണ്ട്, ഡോട്ട് യൂസർ, അതിനകത്തുള്ള യൂസർ. ഓക്കെ, അതായത് നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ, അതായത് ഇവിടെ ഐ ഷോ യു, ഇവിടെ ഓതൻറ്റിക്കേഷൻ ഞാൻ മാനുവലി ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്കൊരു ആഡ് യൂസർ അടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് എഴുതണം, test@gmail.com, പാസ്വേഡ് 12345678, ആഡ് യൂസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓതൻറ്റിക്കേഷനിൽ ഒരു യൂസറെ രജിസ്റ്റർ ചെയ്തു. ഇവിടെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു UID ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ലാസ്റ്റ് സൈൻ ഇൻ ചെയ്തെന്നാണ്, സൈൻ ഇൻ സ്റ്റേറ്റ് ഉണ്ട്, ഇയാൾ സൈൻ ഇൻ അല്ല, ഇപ്പോൾ ലാസ്റ്റ് സൈൻ ഇൻ ചെയ്തെന്നാണ്. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് എന്ത് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫയർബേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂസർ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത്. ആൻഡ് ഐ ജസ്റ്റ് സ്റ്റോർ ദാറ്റ് ക്രെഡൻഷ്യൽ ബാക്ക് ടു എ വേരിയബിൾ കോൾഡ് യൂസർ. ദെൻ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോമിൽ പക്ഷേ നമുക്ക് ഈ ഇമെയിൽ പാസ്വേഡ് മാത്രമല്ലല്ലോ, ഇയാളുടെ നെയിമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓതൻറ്റിക്കേഷനിലേക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങോട്ടേ പറ്റുള്ളൂ, ഫയർ സ്റ്റോറിലേക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ്, ഇഫ് യൂസർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നൾ, ദാറ്റ് മീൻസ് അയാൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രെഡൻഷ്യൽ തിരിച്ചു കിട്ടുള്ളൂ. അയാൾക്ക് ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗോ ടു ഫയർബേസ് firestore.instance.collection. Okay, collection പേര് I'm going to give users, then doc, create a document, and I need the document ID. ഇയാൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ID എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ user.uid വിളിച്ചു, .set. ഓക്കെ, സെറ്റിനെ കോൾ ചെയ്തു. ദെൻ എന്തായിരിക്കും സെറ്റ് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് എന്ത് ഡാറ്റയാണോ അങ്ങോട്ട് സേവ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രം JSON ടു JSON ഒക്കെ എഴുതിയിട്ട് ടു മാപ്പ് വിളിച്ചിട്ട് സെറ്റ് ആഡൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അത് ക്രൂഡ് വേയിലാണ് കാണിക്കുന്നത്. ഐ നീഡ് ടു UID. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, അത് user.uid ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യണം, ഇമെയിൽ സെറ്റ് ചെയ്യണം. സോ user.email. ഓക്കെ, ഐ നീഡ് ടു സ്റ്റോർ ദ നെയിം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി
യൂസർ ഡോട്ട് നെയിം ആണോ? അല്ല, നെയിം ഇല്ല അവിടെ. അപ്പോൾ നമ്മൾ ഈവൻറ്റിനെ കോൾ ചെയ്യണം. ഈവൻറ്റ് ഡോട്ട് യൂസർ ഡോട്ട് അതിനകത്ത് എന്തുണ്ടായിരിക്കും? നെയിം ഉണ്ടായിരിക്കും. നെയിം ഡോട്ടാണ്, ഡോട്ട് നെയിം. ഓക്കെ, ഐ തിങ്ക് യു നീഡ്. ഓക്കെ, ദെൻ ഇനി വേണ്ടത് അയാളുടെ ഫോൺ നമ്പർ സെറ്റ് ചെയ്യണം. ഫോൺ നമ്പർ എന്ന് വിളിക്കുന്നത് ഇതേപോലെ ഈവൻറ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഫോൺ. ഓക്കെ, പാസ്വേഡ് നമ്മൾ സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സിസ്റ്റത്തിൽ പാസ്വേഡ് ആസ് ഇറ്റ് ഈസ് അതേപോലെ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, എൻക്രിപ്റ്റഡ് ഒക്കെ ആയിരിക്കും. ദെൻ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്. ദെൻ ഐ നീഡ് സംതിങ് കോൾഡ് ക്രിയേറ്റഡ് അറ്റ്. ഓക്കെ, ക്രിയേറ്റഡ് അറ്റ് എന്ന് വിളിക്കുന്നത് എന്നാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഡേറ്റ് ടൈം ഡോട്ട് നൗവിനെ കോൾ ചെയ്യണം. ഡേറ്റ് ടൈം ഡോട്ട് നൗ. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സത്യത്തിൽ എന്ത് ചെയ്യുക? ഇയാളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടി അയാൾ എന്ത് ചെയ്യുന്ന അറിയോ? അയാൾ ഓട്ടോമാറ്റിക്കലി ഓതന്റിക്കേറ്റഡ് ആണ്, അയാൾ ലോഗിനും കൂടി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോം പേജിൽ അയാളെ ലോഗിൻ പേജിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നേരെ അയാളെ ഓതന്റിക്കേറ്റഡ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യണം. എന്ന് വെച്ചാൽ അയാൾ ഓതന്റിക്കേറ്റഡ് ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇതിൻ്റെ എൽസ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? രജിസ്ട്രേഷൻ ഹാപ്പൻ ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് എമിറ്റ് ചെയ്യേണ്ടത് എന്താണ്? അൺഓതന്റിക്കേറ്റഡ് എന്ന് ആ പേജിൽ തന്നെ നിൽക്കണം. അൺഓതന്റിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട ആ പേജിൽ തന്നെ നിൽക്കണം. അൺഓതന്റിക്കേറ്റഡ് നമ്മൾ എന്ത് ചെയ്തു? ആ സ്റ്റേറ്റ് റിട്ടേൺ ചെയ്തു. ഇനി ഇതിനകത്ത് എറേഴ്സ് വന്നാൽ നമ്മളിവിടെ ട്രൈ എഴുതിയിട്ടുണ്ട്. ആൻഡ് യു നീഡ് ടു ക്യാച്ച് ദാറ്റ് എറേഴ്സ്. ക്യാച്ച് എന്ത് ചെയ്യണം? യു നീഡ് ടു എമിറ്റ് വിച്ച് സ്റ്റേറ്റ്? നമ്മളുടെ ഓത് എറർ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഓതന്റിക്കേറ്റഡ് എറർ സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ ഡോട്ട് ടു സ്ട്രിങ്. ഓക്കെ, നോ യോ സൈൻ അപ്പ് ബ്ലോക്ക് എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ലോഗിൻ ചെയ്യിക്കണം. നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരാം ലോഗിൻ ചെയ്യിക്കാൻ വേണ്ടി. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോഗ് ഔട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരെ ഹോം പേജിൽ പോകും. പിന്നെ നമ്മൾ റീബൂട്ട് ചെയ്താൽ എപ്പോഴും എന്ത് ചെയ്യും? ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല, ലോഗ് ഔട്ട് ഇല്ലല്ലോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് ഓൺ ലോഗ് ഔട്ട് എഴുതുന്നുണ്ട്. ലോഗ് ഔട്ട് ഈവൻറ്റ്. I think I haven't added that logout event. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ലോഗ് ഔട്ട് ഇല്ലേ? ഈവൻസിൽ നമ്മൾ ലോഗ് ഔട്ട് ഈവൻറ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇല്ല, നമ്മൾ ഈവൻസിൽ നോക്കി. ഈവൻസിൽ സൈൻ അപ്പ് ഈവൻറ്റും ലോഗിൻ ഈവൻറ്റും ഉള്ളൂ. ലെറ്റ് മീ ആഡ് എ ലോഗ് ഔട്ട് ഈവൻറ്റ്. ക്ലാസ് ലോഗ് ഔട്ട് ഈവൻറ്റ് എക്സ്റ്റെൻസ് ഓത് ഈവൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓത് ബ്ലോക്കിൽ വന്നിട്ട് ലോഗ് ഔട്ട് ഈവൻറ്റിനെ കോൾ ചെയ്യുക. ഓൺ ലോഗ് ഔട്ട് ഈവൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യേണ്ടി വരിക? നമ്മൾ എന്ത് ചെയ്യണം? ഈ കറണ്ട് യൂസറെ സൈൻ ഔട്ട് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് ഔട്ട് ഈവൻറ്റിൽ ദിസ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഈവൻറ്റ് ആഡ് ചെയ്യണം. ഈവൻറ്റ് കോമ emit. Then that should be an asynchronous operation. Then call that method. ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ ട്രൈ ചെയ്യണം. അയാളെ സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും ട്രൈ ചെയ്യേണ്ടി വരിക? അവെയിറ്റ് ചെയ്യണം. അവെയിറ്റ് അണ്ടർസ്കോർ ഓത് ഡോട്ട് സൈൻ ഔട്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളുടെ നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മളതൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളതൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് സ്റ്റേറ്റ് ആയിരിക്കും വേണ്ടിയ? ഇയാൾ ലോഗ് ഔട്ടായി. അപ്പോൾ നമ്മൾ എമിറ്റ് ചെയ്യേണ്ടത് എന്താണ്? അൺഓതന്റിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ലോഗിൻ പേജിലേക്ക് വരും. ദെൻ യു ഹാവ് ടു ക്യാച്ച് ദ എറേഴ്സ്. ഈ എറർ ക്യാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഓതന്റിക്കേറ്റഡ് എറർ സ്റ്റേറ്റിന് എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം. Then you can have that e dot to string. Okay, അപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് സ്റ്റേറ്റ് എഴുതി. ഇനി നമ്മളുടെ ലോഗിൻ പേജിൽ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ഹോം പേജിൽ നമുക്കൊരു ലോഗ് ഔട്ട് ബട്ടൺ ഉണ്ടാക്കാം. ഓക്കെ, ഗോ ടു യുവർ ഹോം വ്യൂ. ഹോം പേജിൽ വരിക. ഹോം പേജിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹോം പേജിൽ മാത്രമാണ് നമുക്ക് ഇതിനെ റാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കുകയാണ്. ദാറ്റ് മീൻസ് ഹോം പേജ് റാപ്പർ. ആൻഡ്
ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുത്ത് മെയിൻ ഡോട്ടിൽ വന്നിട്ട് ഹോം പേജ് എന്ന് പറയുന്നത് മേക്ക് ദിസ് ഹോം പേജ് റാപ്പർ. ഓക്കെ, ദെൻ നമ്മളുടെ ഹോം പേജിൽ തിരിച്ചു വരിക, ഹോം വ്യൂവിൽ. ഇത് ചെയ്യുന്നത് എന്തായിരിക്കും, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ബ്ലോക്ക് പ്രൊവൈഡർ ആൻഡ് ഇതെന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കോണ്ടെക്സ്റ്റ് ഏത് ബ്ലോക്കാണ്, ഓത് ബ്ലോക്ക് തന്നെ. ഇപ്പം നമ്മൾ ആകെ ഒരു ബ്ലോക്ക് എഴുതിയിട്ടുള്ളൂ, ഓത് ബ്ലോക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ചൈൽഡ് ഷുഡ് ബി, ഇവിടെ അല്ല, ഇവിടെ ഒരു കോമന്റ് ഇട്ടിട്ട് ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹോം പേജ് ആയിരിക്കും, ഹോം പേജ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഹോം പേജിൽ നമ്മുടെ ആപ്പ് ബാറിനകത്ത് നമ്മളൊരു ഐക്കൺ ബട്ടൺ ഉണ്ടാക്കണം. ആപ്പ് ബാറിൻ്റെ ഉള്ളിൽ ആക്ഷൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാം. ആക്ഷൻ്റെ ഉള്ളിൽ ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ഐക്കൺ ബട്ടൺ ഹിയർ. ഐക്കൺ ബട്ടൻ്റെ ഓൺ പ്രസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഈവൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്, സൈൻ ഔട്ട് ഈവൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐക്കൺ ദാറ്റ് ഷുഡ് ബി icons ഡോട്ട് ലോഗ് ഔട്ട്. ഓക്കെ, കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ആരെ ആഡ് ചെയ്യണം, നമ്മളുടെ ലോഗ് ഔട്ട് ആൻഡ് നാവിഗേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ക്രിയേറ്റ് എ ഫൈനൽ auth block equal to എന്ത് ചെയ്യേണ്ടി വരും, call the block provider dot of context and block എന്ന് പറയുന്നത് auth block ആണ്. ഓക്കെ, context dot. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് auth block ഇതിലേക്ക് സേവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ auth block ഡോട്ട് എന്തുണ്ടായിരിക്കും, ആഡ് ഈവൻറ്റിൻ്റെ പേര് ലോഗൗട്ട് ഈവൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, നാവിഗേറ്റ് ചെയ്ത് എങ്ങോട്ട് പോകണം, നമ്മൾ ലോഗിൻ പേജിലേക്ക് പോകണം. നാവിഗേറ്റർ ഡോട്ട് പുഷ് ആൻഡ് റിമൂവ്, പുഷ് നെയിംഡ് ആൻഡ് റിമൂവ് അണ്ടിൽ കോണ്ടെക്സ്റ്റ് റൗട്ടിൻ്റെ പേര് /login. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റൗട്ടും ക്ലിയർ ചെയ്തിട്ട് എങ്ങോട്ട് പോകും, നമ്മൾ ലോഗിൻ പേജിലേക്ക് പോകും. ഓക്കെ, ഇനി നമ്മളുടെ രജിസ്ട്രേഷൻ ബട്ടണിൽ വരിക. നമുക്കൊരാളെ രജിസ്റ്റർ ചെയ്യാം, യൂസർ രജിസ്ട്രേഷൻ. എവിടെ എഴുതേണ്ടത്, നമ്മൾ എവിടെ എഴുതണം, നമ്മളുടെ ബട്ടണിൽ. അപ്പോൾ നമ്മൾ യൂസർ രജിസ്ട്രേഷൻ പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തേണ്ടി വരും, ഈ പേജിൽ മാത്രമാണ് നമുക്കത്. ശരിക്കും ഇത് റൂട്ട് ലെവലിൽ ഈ ബ്ലോക്ക് പാസ് ചെയ്ത് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു സ്ട്രക്ചർഡ് വേയിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ റാപ്പർ ഹിയർ, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഇതിൻ്റെ പേര് രജിസ്റ്റർ പേജ് റാപ്പർ ക്ലാസ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ഹാവ് എ ബ്ലോക്ക് പ്രൊവൈഡർ create context and this is auth block and the child should be that thing, register page. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ മെയിൻ ഡോട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുക, റൗട്ട് മാറ്റിയിട്ട് ആൻഡ് രജിസ്റ്റർ പേജ് എന്നുള്ളത് രജിസ്റ്റർ പേജ് എന്തായിരിക്കും, റാപ്പർ ആയിരിക്കും. ആൻഡ് ഇനി നമ്മൾ രജിസ്റ്റർ പേജിൽ വന്നിട്ട് ഐ തിങ്ക് യു നീഡ് ടു പുട്ട് എ സെമിക്കോളൻ ഹിയർ, ദെൻ കം ഹിയർ. ഇനി താഴെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോളറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ക്രിയേറ്റ് ഫൈനൽ auth block equal to block provider dot of context and block എന്ന് പറയുന്നത് auth block ആണ്. ഓക്കെ, ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത്, this is going to return a block builder. കാരണം നമുക്ക് സ്റ്റേറ്റ് തിരിച്ചു തരുന്നുണ്ട്, ആ സ്റ്റേറ്റിനനുസരിച്ച് ഏത് പേജിലേക്ക് പോകണം എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ബ്ലോക്ക് ബിൽഡർ ആയിരിക്കും. ആൻഡ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ദെൻ യു ഹാവ് സ്റ്റേറ്റ്, ഓക്കെ, ആൻഡ് യു ഹാവ് ടു പാസ് ദ ഈവൻറ്റ് auth block and auth state. Okay, then come here
ആൻഡ് കോണ്ടെക്സ്റ്റ് കോമ സ്റ്റേറ്റ് ദെൻ റിട്ടേൺ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണത് ഇവിടെ സെമിക്കോൺ ഉണ്ട്. ഇഫ് വാട്ട് സ്റ്റേറ്റ് ഈസ് ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓതൻറ്റിക്കേറ്റഡ് എങ്ങോട്ട് പോകണം? ഹോം പേജിക്ക് പോകണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? ഓതൻറ്റിക്കേറ്റഡ് ആവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണം. ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ we need to move into navigator dot I need this push and remove until route എന്ന് പറയുന്നത് route should be home അല്ലേ, /home. okay, maybe sometimes this will throw an error. Context push and remove, push named and remove. Okay, sometimes this will throw an error, not here in the console. നിങ്ങൾക്ക് എറർ ഇട്ടുണ്ടായിരിക്കും ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഒരു കോൺടാക്റ്റിലേക്ക് പോകാനൊക്കെ പറയുമ്പോൾ അതിനകത്ത് എറേഴ്സ് ഉണ്ടായിരിക്കും. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഈ ഇഫ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യു നീഡ് ടു റിട്ടേൺ. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കും. റിട്ടേൺ ദിസ് സ്കഫോൾഡ്. നമ്മൾ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തതാണ്, ഞാൻ വേറെ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടല്ല. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ കസ്റ്റം സ്ക്രോൾ വ്യൂ ആണ്. ആൻഡ് സേവ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഹാവ് ആൻ എറർ ഹിയർ. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഇത് നമ്മൾ ആ സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, ആ ബ്ലോക്ക് ബിൽഡർ പ്രൊവൈഡർ ആഡ് ആയിട്ടില്ല. ഇവിടെ വന്നു. നൗ യു ഗോട്ട് ആപ്പ് ഹിയർ. ആൻഡ് ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ പേജിൽ ആപ്പ് ബാറിൻ്റെ ഐക്കൺ തീം നമ്മൾ എഴുതിയിട്ടില്ല. ഐക്കൺ തീം ഡാറ്റ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ, നൗ യു ഹാവ് വൈറ്റ് ആരോ. ഇനി ഈ രജിസ്റ്റർ ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഈവൻറ്റിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരിക നമ്മുടെ രജിസ്റ്റർ ബട്ടണിൽ. യു ഹാവ് എ രജിസ്റ്റർ ബട്ടൺ ഹിയർ. ദിസ് ഈസ് ദ ബട്ടൺ. ഇതിൽ കോൺസ്റ്റൊക്കെ ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ ഇതേപോലെ മഞ്ഞ കളറിൽ ഇതിങ്ങനെ എറേഴ്സ് ഉണ്ടാക്കി. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു കോൺസ്റ്റ്. ഇവിടെ യു ക്യാൻ ഹാവ് ദാറ്റ് const here. Move child probably end of the argument. Okay, അത് ചൈൽഡിൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്, ആദ്യം കൊണ്ട് എഴുതിയിട്ടാണ്. and ഇവിടെയൊക്കെ എന്ത് ചെയ്യുക? യു ജസ്റ്റ് ആഡ് ദറ്റ് കോൺസ്റ്റ്. ഓക്കെ, ബിക്കോസ് ദീസ് ആർ കോൺസ്റ്റ് വാല്യൂസ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഈ കണ്ടെയ്നർ ഞാൻ റാപ്പ് വിത്ത് ആൻ നോട്ട് ബ്ലോക്ക് പ്രൊവൈഡർ, റാപ്പ് വിത്ത് an inkwell, wrap with a widget that should be inkwell whatever, or ink response എഴുതാം, ink response. then come here. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഓൺ ടാപ്പ് എഴുതുകയാണ്. ഓൺ ടാപ്പിൽ എന്ത് ചെയ്യണം? auth ബ്ലോക്കിനെ കോൾ ചെയ്യുക. auth ബ്ലോക്ക് ഡോട്ട് ഏത് ഈവൻ്റാണ് ആഡ് ചെയ്യേണ്ടത്? സൈൻ അപ്പ് ഈവൻ്റ് അല്ലേ? auth ബ്ലോക്ക് ഡോട്ട് ആഡ് സൈൻ അപ്പ് ഈവൻറ്റ്. സൈൻ അപ്പ് ഈവൻറ്റ് ഇത് ആഡ് ചെയ്യണം. പക്ഷേ ഇതിനൊരു പാരാമീറ്റർ ഉണ്ട്. യൂസർ മോഡൽ പ്രകാരമുള്ള യൂസർ ഡാറ്റ നമ്മൾ ഇതിന് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് യൂസർ മോഡൽ യൂസർ ഈക്വൽ ടു യൂസർ മോഡൽ. ഓക്കെ, ദെൻ യൂസർക്ക് നെയിം ഉണ്ട്, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. യൂസർക്ക് ഇമെയിൽ, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇമെയിൽ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ദെൻ ദ password controller dot text. okay, then what else? phone number, phone എന്ന് പറയുന്ന underscore phone, not password, this is phone controller dot text. community എന്ന് വരുന്ന മെസ്സേജ് ആണ് phone controller dot text, വാട്സപ്പ് മെസ്സേജ് ആണ്. okay, then pass that user. ഈ യൂസറെ നമ്മൾ ഇവർക്ക് പാസ് ചെയ്ത് കൊടുത്തു. then reformat this thing. okay, let's reboot and try to register. okay, now നമ്മുടെ ആപ്പ് ചെക്ക് ചെയ്തു ലോഗിൻ ആണോ അല്ല. ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ലെറ്റ് മീ ഹാവ് an email id jobin@gmail.com, password 12345678, the name should be Jobin, the password, phone number 98. okay, then click here, register button click here. now you have an error.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് സ്റ്റേറ്റ് ഈ ഒരു എററാണത്. അതായത് നമ്മൾ ആ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ടായിരിക്കും. അത് ഇവിടെ യു ഗോട്ട് ദാറ്റ് എറർ ഹിയർ. ഫെയിൽഡ് അസേർഷൻ, നാവിഗേറ്റർ ഡീബഗ് ലോഗ് ഇസ് നോട്ട് ട്രൂ. ആൻഡ് അതിന് കാരണം ലോക്കൽ മൊഡ്യൂൾ ഡിസ്ക്രിപ്റ്റർ ക്ലാസ് അത് ഫയർബേസിനുള്ളതാണ്. ഇത് പോകാൻ വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ ഈ ഒരു കാര്യം നമ്മളിവിടെ സ്റ്റേറ്റ് ചെക്ക് ചെയ്തിട്ട് ആ പുഷ് ചെയ്ത കാര്യം അതിനൊന്ന് ഞാൻ ജസ്റ്റ് മാറ്റി എഴുതുന്നുണ്ട്. ഞാനിവിടെ വിഡ്ജറ്റ്സ് ബൈൻഡിങ് കോൾ ചെയ്തു. വിഡ്ജറ്റ്സ് നോട്ട് ഫ്ലട്ടർ ബൈൻഡിങ്, വിഡ്ജറ്റ്സ് ബൈൻഡിങ് this thing, widgets binding dot instance. Okay, that is dot add post frame callback and post frame callback. Okay, then the timestamp എന്ന് പറയുന്നത് just put an underscore here, put a semicolon here, then come inside. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഇയാളെ പേസ്റ്റ് ചെയ്യും. Okay, let me reboot this thing. Now it is checking. See, we already signed in ആണ്, നേരത്തെ നമ്മൾ സൈൻ ഇൻ ചെയ്തതാണ്. ഇവിടെ ഹോം പേജ് വന്നു. ഹോം പേജിൽ നമ്മൾ ഹോം വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐക്കൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ബ്ലാക്ക് ആണ് വേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, നമ്മളെ ആപ്പ് ബാറിൻ്റെ കളർ നമുക്ക് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് നമ്മളുടെ ഹോം പേജിൽ നിന്ന് കളർ എടുക്കുക. ഇവിടുന്ന് എല്ലായിടത്തും കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, തീം എഴുതിയാൽ മതി. ഇപ്പം ഞാനത് നമ്മളിത് പ്രൊഫഷണലി അതൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഹോം വ്യൂവിൽ വന്നിട്ട് വാട്ട് ഈസ് എറർ ഹിയർ, ഹോം വ്യൂവിൽ എറർ ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇപ്പോൾ കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് or colors dot white, already in the color. Save this. Now you have a logout button here and click the logout button. Now you just log out from that Firebase logout ചെയ്തു. സ്റ്റേറ്റ് മാറിയപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് സംഭവിച്ചത്. സ്റ്റേറ്റ് മാറി, ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് നോക്കി ഈ ഹോം വ്യൂവിൽ. ഇവിടെ കണ്ടു. ഇതിനകത്ത് എന്ത് ചെയ്തു, ലോഗൗട്ട് ഈവൻ്റ് എന്ത് ചെയ്യും, ലോഗൗട്ട് ഈവൻ്റ് അവിടെ എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഈ പേജിലേക്ക് കൊണ്ടുപോയി. സത്യത്തിൽ നമ്മൾ ലോഗൗട്ട് ആണ്. ഇനി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അഗൈൻ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, രജിസ്ട്രേഷൻ ഫോം വന്നു. ഓൾറെഡി ഫയർബേസിൽ എന്ത് വന്നിട്ടുണ്ടായിരിക്കും, ഫയർബേസിൽ ഇവിടെ ഒരു റിഫ്രഷ് ചെയ്യുക. നമ്മൾ നേരത്തെ ഡയറക്റ്റ് ആഡ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് എന്ത് വരണം, യു ഗോട്ട് ആൻ യൂസർ ഗിയർ ജോബിൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ആൻഡ് ഫയർ സ്റ്റോറിൽ എന്ത് വരണം, ഫയർ സ്റ്റോറിൽ ഇയാളുടെ ഡാറ്റ വരണം. ഓൾറെഡി ഇയാളുടെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ടാവും. ഫയർ സ്റ്റോറിൽ ഡാറ്റ വന്നിട്ടുണ്ടാവും ലൈക്ക് ദിസ്. ഓക്കെ, ഓൾ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്, UID ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഒരാളെ രജിസ്റ്റർ ചെയ്തു, അയാൾ ലോഗിൻ ചെയ്തു. ഇനി ഇതല്ലാണ്ട് നമുക്ക് ഓൾറെഡി ഇയാൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാൾ നേരെ വന്ന് ലോഗിൻ ചെയ്യുള്ളൂ. അതെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ എവിടെ വരണം, നമ്മളുടെ ഏത് വ്യൂവിൽ വരണം, ലോഗിൻ വ്യൂവിൽ വരണം. ഓക്കെ, അവിടെ നമ്മൾ എന്ത് എഴുതാം, ഇതേപോലെ നമ്മൾ ഇപ്പോൾ എഴുതിയ പോലെ നമ്മൾ എഴുതുകയാണെന്ത്, ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ലോഗിൻ വ്യൂ wrapper, login page or view wrapper, and that is going to return the block provider. ഞാൻ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റൂട്ടിൽ നിങ്ങൾക്ക് പാസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിന് പകരം ഞാൻ വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് പാസ് ചെയ്യുന്നുണ്ട്. ചിലത് എല്ലാ പേജിലൊന്നും വേണ്ടി വരില്ല, നമുക്ക് ചില സ്ഥലത്ത് മാത്രം മതിയായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, ദിസ് ഈസ് auth block. ഓക്കെ, and the child should be that login view, login page. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ഡോട്ടിൽ നമ്മൾ ലോഗിൻ റൗട്ടിനെ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി വി നീഡ് ലോഗിൻ വ്യൂ റാപ്പർ ആണ് വേണ്ടത്. ഓക്കെ, ദെൻ കം ടു ലോഗിൻ വ്യൂ. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, എവിടെ വരണം, നമ്മളുടെ റിട്ടേൺ ചെയ്യുന്ന നേരത്തെ പോലെ എന്തായിരിക്കും, ബ്ലോക്ക് ബിൽഡർ ആയിരിക്കും. ആൻഡ് ഫൈനൽ auth block equal to block provider dot off, no, provider dot off context. Okay, then provider ഏതാണ്, auth block ആണ്. Okay, ഇനി this is not going to return a scaffold. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, I am going to have a block builder.
block builder. Okay, context, state, then ഇവിടെ എന്ത് ചെയ്യണം, auth block, auth state. Okay, and ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, എന്ത് ചെക്ക് ചെയ്യണം, സ്റ്റേറ്റ്. ഇഫ് സ്റ്റേറ്റ് ഈസ് നേരത്തെ ഇതേപോലെ നമുക്ക് ചെയ്യാം. ഈ പേജിൽ നിന്ന് ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്താൽ നമുക്ക് അങ്ങോട്ട് പോകണം, ഹോം പേജിൽ കാണണം പോകേണ്ട. അപ്പോൾ ഞാനത് എക്സാക്ട്ലി അതേപോലെ കോപ്പി ചെയ്തിട്ടു. ആൻഡ് ഐ തിങ്ക് ഞാൻ കട്ട് ചെയ്തത് പോയില്ലോ, ഇവിടെ പേസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ. ഡോണ്ട് വറി, ലെറ്റ്സ് റീറൈറ്റ് ദിസ് തിങ്. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് വേണ്ടത്, ലെറ്റ് മീ കട്ട് ദിസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ദിസ് ഈസ് ഗോയിങ് ടു ഹാവ്, ഒന്നുകൂടി എഴുതാണ്, ബ്ലോക്ക് ബിൽഡർ കോണ്ടെക്സ്റ്റ്. സോറി, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത്. ഓക്കെ, സ്റ്റേറ്റ്, ആൻഡ് ദിസ് ഷുഡ് ബി auth block, then auth state. Okay, and ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ, എവിടെ വരണം, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ, നമ്മൾ കോപ്പി ചെയ്ത സാധനം. ഓക്കെ, ഇവിടെ കോണ്ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തു, ആൻഡ് ഇവിടെ എന്തുണ്ടായിരിക്കും, റിട്ടേൺ. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ കാര്യം. കോപ്പി ദിസ് തിങ്, ലോഗിൻ വ്യൂവിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, നൗ ടേക്ക് യുവർ ബട്ടൺ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ബട്ടണിൽ എവിടെ ഇതിനെ ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ്. ദാറ്റ് ഈസ്, ലെറ്റ്സ് ഹാവ് ദാറ്റ് ഇങ്ക് റെസ്പോൺസ്. അതിൻ്റെ ഓൺ ടാപ്പിൽ എന്ത് ചെയ്യണം, ഓൺ ടാപ്പ് ഇവിടെ എന്ത് ചെയ്യണം, auth ബ്ലോക്കിനെ കോൾ ചെയ്യുക, ഡോട്ട് ആഡ്, ഏത് ഈവൻറ്റ്, ലോഗിൻ ഈവൻ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മളോട് യൂസർ നെയിം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് എന്ന് പറയുന്നത് _password controller dot text dot, ഐ എം ഗോയിങ് ടു ട്രിം ദിസ്. ട്രിം എന്താ ചെയ്യാൻ അറിയാമല്ലോ, ആദ്യം അവസാനം കിടക്കുന്ന അൺവാണ്ടഡ് സ്പേസ് എന്ത് ചെയ്യും, ട്രിം ചെയ്യും. ദെൻ _email controller dot text dot trim. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, ഇത് എന്തെങ്കിലും ഇത്രേ ചെയ്യാനുള്ളൂ. ഇത് ലോഗിൻ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഇവന്റ് ബ്ലോക്കിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ, ബ്ലോക്ക് വിൽ നോ വിച്ച് സ്റ്റേറ്റ്, അതായത് സക്സസ്ഫുള്ളി ലോഗിൻ ആയി കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്കിന് അറിയാം. ഇനി നമുക്കിവിടെ ഒരു എറർ ഇവിടെ കാണാണ്ട്. ലെറ്റ്സ് ഫിക്സ് ദറ്റ് എറർ. ഇവിടെ വന്നിട്ട് ഒരു സെമികോളൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എവിടെ, പ്രൊവൈഡറിൻ്റെ ഇവിടെ. ഓക്കെ, നൗ എവറിത്തിങ് ഈസ് ഓക്കെ. റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, നമ്മളെ പേജ് വന്നു. ഓൾറെഡി എന്താണ്, ലോഗ് ഔട്ട് ആണ്, ഇങ്ങനെ വന്നു. ആൻഡ് ലെറ്റ് മീ, ഓൾറെഡി നമ്മൾ ഒരു യൂസറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ യൂസറെ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും നോക്കുക. jobin@gmail.com, then password 12345678, and click login here. Now you got an error. Okay, what is the error? Okay, add login was called without registered event handler. Bad state, and login event. Okay, I think I missed this thing. Come here, auth state, login event. What is that? Of course, block package login view. ഇവിടെ auth block dot add. ലോഗിൻ ഈവന്റ് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഈവന്റ് ഹാൻഡ്ലർ ഉണ്ടാവും. registered was called without, add login event was called without a registered event handler. Make sure you get to register handler via on login event. Okay, then go to block. ഇവിടെ okay, we haven't added that login event. Okay, I just forgot. നമ്മൾ പിന്നെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, on login event. Okay, then event, it's my mistake, sorry.
then emit async. Okay, then ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു n മിസ്സായിട്ടുണ്ട് അസിങ്കിൽ, async sy async. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും എഴുതേണ്ടി വരിക, നമ്മളുടെ ബ്ലോക്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഈവൻ്റ് എന്താണ്, എന്ത് ചെയ്യണം, ഇതേപോലെ സപ്പോസ് യു വാണ്ട് എമിറ്റ്, നമുക്ക് എന്ത് ചെയ്യണം, എമിറ്റ് ലോഡിങ്, ഓത് ലോഡിങ് എമിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ട്രൈ ചെയ്യണം. എന്തിനു വേണ്ടി, എന്താ ട്രൈ ചെയ്യേണ്ടി വരിക, യു ഹാവ് ടു ഫൈനൽ യൂസർ ക്രെഡൻഷ്യൽ തിരിച്ചു തരുന്നുണ്ടല്ലോ, ക്രെഡൻഷ്യൽ ഈക്വൽ ടു യൂസർ ക്രെഡൻഷ്യൽ ഈക്വൽ ടു await എന്ത് ചെയ്യണം, അണ്ടർസ്കോർ ഓത് ഡോട്ട്, നേരത്തെ നമ്മൾ ക്രിയേറ്റ് വിത്ത് ആണ് ഉപയോഗിച്ചത്, ഇപ്പോൾ സൈൻ ഇൻ വിത്ത് ആണ്. ആൻഡ് ദിസ് ഈസ് ഫ്രം ഈവൻറ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഇമെയിൽ, ഈവൻറ്റ് ഡോട്ട് ഇമെയിൽ, ഐ തിങ്ക് ഈവൻറ്റ് ഡോട്ട് ഇമെയിൽ, ദർ ഇസ് നോ യൂസർ ഇമെയിൽ. ആൻഡ് കാരണം നമ്മൾ ഈവൻറ്റിൽ പാസ് ചെയ്ത്, ഇതെന്തെങ്ങനെ എഴുതിയാണ്, കാരണം നമ്മൾ ഈവൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇമെയിൽ പാസ്വേഡ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പാസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ എഴുതിയത്. ആൻഡ് പാസ്വേഡ് എന്ന് വിളിക്കുന്നത് ഈവൻ ഡോട്ട് പാസ്വേഡ്. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു യൂസറെ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫൈനൽ യൂസർ ഈക്വൽ ടു യൂസർ ക്രെഡൻഷ്യൽ ഡോട്ട് യൂസർ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യണത് ഇഫ് യൂസർ നോട്ട് ഈക്വൽ ടു നൾ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഏത് സ്റ്റേറ്റ്, അതായത് യൂസർ ലോഗിൻ ആയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം വിത്ത് ദാറ്റ് യൂസർ ഡാറ്റ. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എൽസ് അൺഓതൻറ്റിക്കേറ്റഡ് എമിറ്റ് ചെയ്യേണ്ട ഏതാണ്, അൺഓതൻറ്റിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ക്യാച്ച് ചെയ്യണം. എന്ത് ക്യാച്ച് ചെയ്യണം, ട്രൈ and you have to catch the error, catch e, then come here, എന്ത് എമിറ്റ് ചെയ്യണം, എമിറ്റ് എറർ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം, authenticated error, അവിടെ മെസ്സേജ് ഉണ്ടായിരിക്കും, you can have that e dot to string. Okay, then let me reboot this thing. റീബൂട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർഡ് പ്രിഫറൻസിനുള്ള കാര്യങ്ങൾ എഴുതാം, അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഇവിടെ ഈ ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് അതിനൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡാറ്റ സേവ് ചെയ്യിക്കാം, ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ലോജിക്ക് എഴുതാം, അങ്ങനത്തെ കാര്യമൊക്കെ എഴുതാം. ഓക്കെ, റീബൂട്ട് ചെയ്ത് വന്നു. ആൻഡ് ലെറ്റ് മി ടൈപ്പ് മൈ ഇമെയിൽ അഗെയിൻ, jobin@gmail.com 1 2 3 4 5 6 7 8. ഓക്കെ, ക്ലിക്ക് ഹിയർ, ലോഗിൻ. ഇപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മൾ ലോഗിനായി, എവിടെ വന്നു, നമ്മൾ ഹോം പേജിൽ വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ, അത് ഇനി ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് ഇവിടെ വരും. ദെൻ ഞാൻ എന്ത് ചെയ്തു, അഗെയിൻ jobin@gmail.com, ദെൻ 1 2 3 4 5 6 7 8. ഓക്കെ, ലോഗിൻ. ഓക്കെ ആണല്ലോ അല്ലേ, അപ്പോൾ നമ്മൾ ലോഗിനായി. ഇനി ഈ സ്റ്റേറ്റ് നമ്മൾ നോക്കിയിട്ടില്ല, ഈ ഓത്ത് ലോഡിങ് ആണുള്ള സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എവിടെ വരണം, നമ്മളുടെ ഓത്ത് ലോഗിൻ വ്യൂവിൽ വന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്തത്, സ്റ്റേറ്റ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തത് ഇഫ് സ്റ്റേറ്റ് ഏതാന്ന് നോക്കി, ഇവിടെ ബ്ലോക്ക് എഴുതി ഇവിടെ. ഓക്കെ, ഇവിടെ എഴുതി. ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ, ഇഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് ഓത്ത് ലോഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യു ഹാവ് ടു റിട്ടേൺ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, color should be some pink color, pink. Okay, and this should be in a center, which is I put center. Where center? Okay, and save this. Let me log out. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, jobin@gmail.com, password 1 2 3 4 5 6 7 8, and save this. Click here. Now you can see
that indicator. ആ പോസ്റ്റ് ഫ്രെയിം കോൾ ബാക്ക് ഒക്കെ വന്നുകൊണ്ട് ഒരു ബ്ലാക്ക് സ്ക്രീനിൻ്റെ ഇടയ്ക്ക് വന്നത് നമുക്കതിനൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ പേർപ്പസിന് വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നെവർ ഫോർഗെറ്റ് ടു ഹാവ് ദറ്റ് കോൺസ്റ്റ് ഹിയർ. കുറേ സാധനങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മഞ്ഞ കളർ വന്നിട്ടുണ്ട്, വാർണിംഗ് സൈൻ. ആൻഡ് ഓൾ ദീസ് ആർ കോൺസ്റ്റ് തിങ്സ്, കോൺസ്റ്റ്. ഓക്കെ, ഞാൻ ഗിറ്റ്ഹബിൽ പുഷ് ചെയ്യുമ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് തരാം. ഓക്കെ, and never forget this thing because ഇതെല്ലാം കോൺസ്റ്റ് ആണ്. കോൺസ്റ്റ് ഓക്കെ. ആൻഡ് ലോഗിൻ വ്യൂവിൽ വന്നിട്ട് ലോഗിൻ വ്യൂ നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റ് ആഡ് ചെയ്താൽ മെത്തേഡ് ക്യാൻ ബി ഇൻവോക്ഡ് ഇൻ കോൺസ്റ്റ് ആൻഡ് യു ക്യാൻ ഡു ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് കോൺസ്റ്റ് ആക്കി കോൺസ്റ്റ് നോ. ഓക്കെ, അവിടെ ചൈൽഡിനെ താഴത്തേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ആഡ് ദിസ് തിങ്. ആൻഡ് ലെറ്റ് മീ റാപ്പ് ദിസ് അപ്പ്. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്തു, വ്യൂസ് ഉണ്ടാക്കി, അത് നമുക്കറിയാം. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് എ ബ്ലോക്ക് കോൾഡ് ഓത്ത് ബ്ലോക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്, ഈവൻ്റ് എന്ന് പറയുന്നത് ലോഗിൻ ഉണ്ട്, ചെക്ക് ലോഗിൻ സ്റ്റാറ്റസ് ഉണ്ട്, ലോഗിൻ ഈവൻ്റ് ഉണ്ട്, സൈൻ അപ്പ് ഈവൻ്റ് ഉണ്ട്, ലോഗ് ഔട്ട് ഈവൻ്റ് ഉണ്ട്. ആൻഡ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, രണ്ട് കാര്യങ്ങൾ വേണം. നമ്മൾ ഇമെയിൽ പാസ്വേഡാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇമെയിലും പാസ്വേഡ് നമ്മൾ പാസ് ചെയ്യണം. ദെൻ സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസർ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് മോഡൽസിനുള്ള മോഡൽ ഉണ്ടായിരിക്കും. ദെൻ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നത്തിങ്. ദെൻ സ്റ്റേറ്റ് നമ്മൾ എഴുതി, ഓരോന്നിനും നമ്മൾ സ്റ്റേറ്റ് എഴുതി. ലോഡിങ് സ്റ്റേറ്റ് എഴുതി, ഓതൻറ്റിക്കേറ്റഡ് സ്റ്റേറ്റ് എഴുതി, അൺഓതൻറ്റിക്കേറ്റഡ് എഴുതി, ആൻഡ് എറർ സ്റ്റേറ്റ് എഴുതി. ദെൻ വി റോട്ട് ദ ബ്ലോക്ക് എന്തായിരിക്കും, ഓൺ ചെക്ക് ലോഗിൻ സ്റ്റാറ്റസിൽ എന്ത് ചെക്ക് ചെയ്യണം, അയാൾ കറണ്ട് യൂസർ ഉണ്ടോ എന്നുള്ളത്. സൈൻ അപ്പ് ഈവൻറ്റിൽ എന്ത് ചെയ്യണം. ഇത് നമ്മൾ നോർമലി എഴുതുന്ന ഫയർബേസ് കോഡ് തന്നെയാണ്, പക്ഷെ അത് ഇങ്ങോട്ട് ബ്ലോക്കിലേക്ക് മാറ്റി എഴുതുന്നുള്ളൂ. ഇതൊരു ക്ലീൻ ആർക്കിടെക്ചറിൽ വരുമ്പോഴേക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻറ്റിറ്റീസ് വരും. ആൻഡ് ഓൾ ദീസ് തിങ്സ്, ഈ പറയുന്ന കാര്യമൊക്കെ, ഈ ഫയർബേസ് കോഡൊക്കെ എവിടെ പോകും, ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൽ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവിടെ ആയിരിക്കും ഈ കോഡ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് ക്ലിയർ ടു യു. If you have any doubts, you can contact me through my Telegram channel, or you can contact me through WhatsApp. Okay, വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. Okay, I'll ready to help you. And thank you for watching my videos. Previous videos ഒക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും. And I got some comments also. And thank you for the wonderful comments. And I'm happy to see that you guys are following and you guys are watching me. സോ താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇതും അതേപോലെ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഐ എം നോട്ട് ആസ്കിങ് യു ടു സബ്സ്ക്രൈബ് ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഫോർ യു, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ദാറ്റ്സ് വാട്ട് ഐ സേ. നിങ്ങൾക്ക് വർത്ത് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു സാധനം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, എങ്ങനെയെങ്കിലും അപ്കമിങ് വീഡിയോസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, you can subscribe, consider subscribing, and that is obviously help me to move forward, because I'm spending a lot of time here for teaching you. So I'm expecting a subscription back. പക്ഷേ അത് ഇറ്റ്സ് അപ്പ് ടു യു, ഡു ഓർ നോട്ട് എന്നുള്ളത്. ഓക്കെ, ഡോണ്ട് വറി. പിന്നുള്ളത് വീഡിയോസ് അപ്പോൾ കാണാം. ആൻഡ് ഇഫ് എനി വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് needed this thing, share to them also. Okay, anyway, thank you for watching. I'll come back with a new video. ഇതേപോലെ വേറൊരു നിങ്ങൾക്ക് അധികം വീഡിയോസ് ഇല്ലാത്ത ടോപ്പിക്കുകളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. റെഗുലർ ആയിട്ടുള്ള കോമൺ ടോപ്പിക് അധികം ഞാൻ ചെയ്യുന്നില്ല. ഇതേപോലത്തെ ചെറിയ എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഓക്കെ, then bye, see you.